അല്ലാഹുവിന്റെ റസൂൽ 3 സദസ്സിൽ വെച്ച് സ്വർഗത്തിലേക്ക് നടന്നു പോകുന്നയാളെ ഞാൻ കാണിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് അറിയിച്ചു കൊടുത്ത സ്വഹാബി തന്റെ കൂട്ടുകാരനെ അന്വേഷിച്ചു പഠിക്കാൻ വന്ന കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ മനസ്സിന്റെ അകത്ത് ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളോട് പോലും എനിക്കൊരു വെറുപ്പുമില്ല. ആരെന്നെ വെറുക്കട്ടെ, ആരെന്നെ കുറ്റപ്പെടുത്തട്ടെ, ആരെന്നെ പരിഹസിക്കട്ടെ, എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരാളെ കുറിച്ചും ഒരു കറപുരണ്ടിട്ടില്ല, ഒരാളെ കുറിച്ചും ഒരു മോശമായ ചിന്തയില്ല, ഒരാളോടും പിണക്കമില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആ സഹാബി പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ മനസ്സിൽ ഒരാളോടും ഒരു വെറുപ്പുമില്ല. അതുകൊണ്ട് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്റെ ആ ഒരു സ്വഭാവത്തിന് പകരമായിരിക്കും, അതിൽ സംശയമില്ല. കാരണം നബി തങ്ങൾ പറഞ്ഞു, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നമ്മുടെ നാവ്, നമ്മുടെ കൈ, ഇത് രണ്ടിൽ നിന്നും ഒരു ഉപദ്രവവും ആർക്കും ഏൽക്കാതെ, ആരെയും ഏൽപ്പിക്കാതെ ജീവിക്കാൻ കഴിയുന്നത് ആരാണോ അവരാണ് യഥാർത്ഥ മുസ്ലിം. ബാക്കിയുള്ളവർക്ക് ഡിഗ്രി വേറെയാണ്. മലയാള ഭാഷയിൽ ചില സഹോദരങ്ങൾ പറയാറുള്ളത് പോലെ മേത്തൻ, പോത്തൻ, ചാത്തൻ, കിടാത്തൻ കേട്ടില്ലേ? എന്നാ പല രീതിയിലാണ് ഡിഗ്രി. അതിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണോ നമ്മൾ? അതല്ല മേത്തന്മാർ എന്ന് പറയുന്ന മേൽത്തരക്കാർ. അല്ലാതെ എന്റെയും നിങ്ങളുടെയും വീടിന്റെ ഉമ്മറത്തിരുന്നു കൊണ്ട് ആരെങ്കിലും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് പൈസ തന്നാൽ നിങ്ങൾക്ക് സ്വർഗം തരാം, ആ പരിപാടിക്ക് 1000 കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗം തരാം, ഈ പരിപാടിക്ക് 10,000 കൊടുത്താൽ സ്വർഗം തരാമെന്ന് പറയുമ്പോ അലുവ കഷണം മുറിച്ചു വെച്ചിരിക്കണ പോലെ ഈ സമുദായത്തിന് തിന്നു തീർക്കാനുള്ളതല്ല സ്വർഗമെന്ന് പറയുന്നത്. ഉഹുദിന്റെ രണാകണത്തിലും ബദറിന്റെ രണാകണത്തിലും ശരീരത്തിന്റെ ഒരു രോമം പോലും ബാക്കിയില്ലാതെ സിട്ടാവാറ പടച്ചതമ്പുരാന് സർവ്വതും സമർപ്പിച്ചിട്ട് പോലും അല്ലാഹുവേ എനിക്ക് സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ സഹാബത്തിന്റെ ചരിത്രമുണ്ടല്ലോ. ഓ ചരിത്രം പഠിക്കുന്ന സാവക്കാടകലാടിന്റെ പരിസരത്ത് നിറഞ്ഞു കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, മോളെ, സിനിമാ നടന്മാർക്ക് വേണ്ടി, സീരിയൽ നടന്മാർക്ക് വേണ്ടി, ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്ന സർവ്വത്തിമ്മാടി തരങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടിപിടിക്കാൻ ആരോഗ്യമുള്ള സമയത്ത് കറങ്ങി നടന്നിട്ട് അവസാനം അസറായിരുന്നിന്റെ വീടിന്റെ വാതിൽ വന്ന് പൊട്ടി വിളിക്കുമ്പോ അല്ലാഹുവിനെ വിളിച്ച് പൊട്ടിക്കരഞ്ഞതുകൊണ്ട് നിനക്ക് സ്വർഗം കിട്ടുമെന്ന് കരുതണ്ട മോനെ. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. നിങ്ങളെ ഞാൻ വെറുതെ അങ്ങ് പടച്ചതാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് ചോദിക്കുന്നത് അല്ലാഹുവാണ്. ഒരു ഭീഷണിയുടെ സ്വരമാണിത്. നിങ്ങളെ ഞാൻ പടച്ചത് വെറുതെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുജിബത്തിൻ നാറു ബിസ്സഹബാദ് ഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരി. നരകത്തെ മൂടപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു നരകം പടച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നീ പോയി ഒന്ന് നോക്കിയിട്ട് നരകത്തെ ഒന്ന് വിചിന്തനം നടത്തിയിട്ട് വരാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകം കണ്ടിട്ട് മടങ്ങി വന്നു. അള്ളാഹു ചോദിച്ചു, എങ്ങനെയുണ്ട്? ഒരാളു പോലും ആ നരകത്തിന്റെ അവസ്ഥ എറിഞ്ഞാൽ ഒരാളു പോലും പിന്നെ ആ നരകത്തിൽ കിടക്കാൻ ദുനിയാവിൽ എന്തൊക്കെ നഷ്ടം വന്നാലും ഒരിക്കലും ശ്രമിക്കൂല പടച്ചവനെ എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, ഞാൻ ആ നരകത്തെ മൂടി വെച്ചിരിക്കുന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവം കൊണ്ടാണ്. ആ സ്വഭാവത്തിന് മനുഷ്യൻ കീഴടങ്ങിപ്പോയാൽ അവൻ ഉറപ്പായിട്ടും നരകം ലഭിക്കും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ആ സ്വഭാവം എന്താണ്? അള്ളാഹു പറഞ്ഞു കൊടുത്തു, ഹുജിബത്തിൻ നാറു ബിസ്സഹവാ. ശരീരത്തിന്റെ ഇച്ഛകളെ കൊണ്ട് നരകത്തെ മൂടി വെച്ചിരിക്കുകയാ. ഒരു മുസ്ലിം തന്റെ ശരീരം ആഗ്രഹിക്കുന്നത് പോലെ എന്ന് ജീവിക്കുന്നുവോ അവന് നരകം നിർബന്ധമാണ്. തന്റെ ശരീരം കൊതിക്കുന്നത് പോലെ ഒരു മുസൽമാൻ എന്ന് ജീവിക്കുന്നുവോ അവന് നരകം നിർബന്ധമാണ്. അല്ലാഹു സ്വർഗത്തെ പടച്ചു ജിബ്രീലിനോട് പറഞ്ഞു പോയി കണ്ടുവരിക. സ്വർഗത്തെ പടച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗം കാണാൻ പോവുകയാണ്. എന്തോ ഒരു ഭംഗിയാണ്.
എന്തോരു ഭംഗിയാണ് സ്വർഗമെന്ന് പറയുന്നത്. കിളയ്ക്കണ്ട, പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും നീയത് അറിയണ്ട. ഒരു കഷ്ടപ്പാടില്ല, ഒരു വീർപ്പൊഴുക്കലില്ല, ഒരു സങ്കടമില്ല, ഒരു വേദനയില്ല പ്രിയപ്പെട്ടവരെ. എന്തോ ഒരു ആനന്ദമാണ്, മുഴുവനും സന്തോഷമാണ്. നീ മനസ്സുകൊണ്ട് കൊതിക്കുന്നതെന്തോ അത് മുഴുവനും എന്റെ അകലാട് വിശാലമായ റിയാദിന്റെ പ്രോഗ്രാമിന് വന്ന പെങ്ങളെ, നിന്റെ മടിത്തട്ടിലേക്ക് അല്ലാഹു സമ്മാനിക്കുകയാണ്. എന്ത് ചോദിച്ചാലും കിട്ടുകയാണ്, എന്താവശ്യപ്പെട്ടാലും നേടിയെടുക്കുകയാണ്. ആ മനോഹരമായ സ്വർഗം കണ്ടിട്ട് ജിബ്രീൽ മടങ്ങി വരികയാ. അല്ലാഹുവിനോട് പറയുന്ന റബ്ബേ, ആ സ്വർഗത്തിന്റെ രംഗവും അവസ്ഥയും ഉള്ളറയുടെ രുചിയും അറിഞ്ഞു പോയാൽ ഒരാൾ പോലും ആ സ്വർഗത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ കൊതിക്കൂല. എല്ലാവർക്കും അത് വേണമെന്ന് പറഞ്ഞ് ജീവനും ജീവിതവും വരെ നിനക്ക് തരും പടച്ചോനെ എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, ആ സ്വർഗത്തിൽ കടക്കുന്നതിന് വേണ്ടി ഞാൻ വെച്ചിട്ടുള്ള മൂടി എന്തെന്ന് നിനക്കറിയോ? ജിബ്രീൽ പറഞ്ഞു, അറിയില്ല. ഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരി, മനുഷ്യന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോഴാണ് അവന് സ്വർഗം ലഭിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാ? ഒന്ന്, നിസ്കാരം. രണ്ട്, ഈ മതപ്രസംഗം കേൾക്കാന്ന് പറയുന്നത് ഇഷ്ടമാണ്. ഇപ്പോ ആ പഴയ ഇഷ്ടക്കേടൊക്കെ മാറി അൽഹംദുലില്ലാ. ആ വിഷയത്തിൽ സ്വർഗത്തിലേക്ക് ഒരു പടവ് നമ്മളെത്തി. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞു നോക്കി. ഖുർആനോദൻ ഇല്ല. പിന്നെ അങ്ങനെ പറഞ്ഞതിന് വേണ്ടി, പ്രസംഗമൊക്കെ കേട്ട് പേടിപ്പിച്ചതിന് വേണ്ടി സുബഹി കഴിയുമ്പോൾ ഒന്നെടുത്ത് വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു സ്വദഖല്ലാഹുൽ അദീം ശാപം കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്നെടുത്ത്. പിന്നെ തസ്ബി ശപിക്കുമെന്ന് പറഞ്ഞിട്ട് ലുഹറിന് പച്ച തസ്ബി, അസറിന് മഞ്ഞ തസ്ബി, മാരിവിന് വെള്ള തസ്ബി, അതൊക്കെ എടുത്ത് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ പോലും ചെയ്യുകയാണ്. നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അമലുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ. അല്ലാഹ് ജിബ്രീലിനോട് പറയാൻ, സ്വർഗം കിട്ടണമെങ്കിൽ മനുഷ്യന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവൻ ചെയ്തെങ്കിലേ ഞാൻ സ്വർഗം കൊടുക്കുള്ളൂ. നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്താ? നിസ്കാരം എന്ന് പറയുന്ന സംഭവം നമുക്ക് തീരെ ഇഷ്ടമില്ല, അല്ലേ? പെരുന്നാളിന്റെ അന്ന് പെരുന്നാൾ നിസ്കാരം നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ വെളിയിൽ ഇറങ്ങിയിരിക്കും, ഉറപ്പാ. തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുപോലെ നിസ്കാരം ദൈർഘ്യമാകുന്നത് നമുക്ക് ഇഷ്ടമല്ല, ഒരു കാര്യം ഇഷ്ടമല്ല. ഖുർആൻ ഒന്നും ഇഷ്ടമാണോ? നമുക്ക് പിന്നെ ഇഷ്ടമുള്ളത് എന്തൊക്കെയാ? അല്ലാഹ് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ്? എത്ര കൊല്ലം ചാവക്കാട് ഞാൻ പ്രസംഗം തുടങ്ങി, എന്നിട്ട് നെയ്യാണ്ടി മേളത്തിന് ആള് കുറഞ്ഞോ മണത്തളയില്? തീരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിൽ തട്ടിപ്പറയുകയാണ്. പക്ഷേ ചാവക്കാടുള്ള സഹോദരിമാർ ഇവിടെ കുറവാണ്. എനിക്ക് വ്യക്തമായിട്ടറിയാം കുറവാണ് എന്ന്. അവർക്കിഷ്ടം നെയ്യാണ്ടി മേളവും ശിങ്കാരി മേളവുമാണെങ്കിൽ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുകയാണ്, എന്റെ സഹോദരങ്ങളെ, ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, ആരുടെയും മനസ്സിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല പറയുന്നത്. അല്ലാഹു പടച്ചതമ്പുരാ റസിയാകുന്ന പൊന്നുമോൾക്ക് കൊടുത്ത അവസ്ഥ കണ്ടില്ലേ? ഇതുപോലെ നൂറുകണക്കായ പതിനായിരക്കണക്കായ തരുണീമണികളെ സഹോദരിമാര്, എന്റെ പ്രിയമുള്ള ഉമ്മ, പെണ്ണെന്ന് പറയുന്നത് നീ വിചാരിക്കുന്നത് പോലെ വലിയ ഒരു സംഭവമാണെന്ന് കരുതേണ്ട പെങ്ങളെ. ഒരു മണിക്കൂർ കൊണ്ട് പുരുഷന്റെ ആർത്തി തീരാൻ 10 കൊല്ലം മുമ്പ് അങ്ങനെയാണെങ്കിൽ കേവലം 2-3 മിനിറ്റ് കൊണ്ട് നിന്നെ ചവച്ചരച്ച് തുപ്പിക്കളയാൻ മാത്രമുള്ളവനാണ് പുരുഷന്മാരെന്ന് നീ മനസ്സിലാക്കുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കണ്ട. എന്താ കരുതിയത്? പള്ളിയുടെ കാമ്പൗണ്ടിനകത്ത്, പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് ഡിസ്കോ പാട്ടിട്ടിട്ട് കള്ള് തലയ്ക്ക് പിടിച്ചാടിയ പെണ്ണ് മണത്തലയുടെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഓരോ റസിയല്ല, 10,000-കണക്കിന് റസിയമാർ, ഉമ്മമാരെ നിങ്ങളെ കരയിപ്പിച്ചുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങാത്തിടത്തോളം കാലം ഒരു ശാപമാണെന്ന് കരുതിക്കും. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാണ്, എത്ര നിങ്ങൾ ആസ്വദിച്ചു ഗാനമേളയും സിനിമയും, ഒരു കാശിന്റെ ഉപയോഗം ഇന്നുവരെ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? പിന്നെ ചില സമ്പന്നവർഗം ഒരുപക്ഷെ അതിന് കൂട്ടുനിൽക്കുമായിരിക്കും. ആയിക്കോട്ടെ, അവരെ ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് കാണാം. ആരെയൊക്കെ കാണുന്ന നെഞ്ചിലേക്ക് പാറക്കല്ലിറക്കി വെച്ചപ്പോൾ രക്തം പൊട്ടിപ്പോയ
ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു എനിക്ക് എന്റെ ദീനാണ് വലുത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണുന്ന പരലോകത്ത് വെച്ച് നമുക്കവരെയും കാണാം. ജോലി ചെയ്തിട്ട് കൈവെള്ള പൊട്ടിയിട്ട് രക്തം ചോർന്നൊഴുകുമ്പോൾ എനിക്കൊരു സഹായത്തിന് ആളെ വേണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കരളിന്റെ കഷണത്തെ വാരിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ, നിനക്ക് സേവനത്തിനുള്ള ആളെന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാനെ കൊണ്ടു നിർത്തുന്ന ലോകത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. അതല്ലാതെ ഒരു വാക്കുമെന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഈ രാത്രിയിൽ ഈ പാവപ്പെട്ടവനെ പറയാറില്ല. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയമുള്ള സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, എന്റെ മനസ്സനുവദിക്കുന്നില്ല ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ ചാവക്കാടിന്റെ പരിസരത്തേക്ക് പ്രഭാഷണത്തിന് വരണമെന്ന് എന്റെ മനസ്സനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എന്റെ ചാവക്കാട്ടിലെ പെങ്ങൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞിടുക ചെയ്യാതിരുന്നിട്ടില്ല. എന്റെ ചെറുപ്പക്കാരാ, ഇനി കള്ളു പിടിക്കൂല, പെണ്ണ് പിടിക്കൂല, സിനിമ കാണൂല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫോണിലൂടെ പറഞ്ഞ ആ മധുരമുള്ള വാക്കുകളുടെ മനസ്സിന്റെ പിന്നുമുണ്ട്. ചെറുപ്പക്കാരോ, അത് മറക്കാതെ പൊന്നുപോലെ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആ മാത്രം തന്നുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നിങ്ങളോട് വിട ചോദിക്കാൻ പോവുകയാണ്. ഞാൻ എന്തിനാണ് പറയുന്നതെന്നറിയോ? ഈമാനിന്റെ ഒരു അളവെങ്കിലും മനസ്സിലുള്ളവരെ ആരോ എതിർക്കട്ടെ, ഏത് പണക്കാരന്റെ മുഖം മാറട്ടെ, ആരോ കുറ്റപ്പെടുത്തട്ടെ, ആരോ ചവിട്ടിത്തേക്കട്ടെ, നമുക്കാവശ്യമുള്ളത് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. നമുക്കാവശ്യമുള്ളത്, അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യതയുള്ളത് അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം മാത്രമാണ്. അതില്ലാതെ ഇന്ന് മരണപ്പെട്ടാൽ അടുത്ത സെക്കൻഡ് മുതൽ നമ്മൾ പിന്നെ ബർസഖും പരലോകവുമായിട്ടൊരു യാത്രയാണ്. ജീവിച്ചിരിക്കുന്നവർക്കറിയില്ല അല്ലേ? നിങ്ങൾ ചിന്തിച്ച്, ഇന്ന് നമ്മുടെ നാട്ടിൽ റസിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൊലപാതകത്തിന് വേണ്ടിയിട്ട് കൊലപാതകം കഴിഞ്ഞപ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു, ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുന്നു. ലോകത്ത് എത്ര പെൺകുട്ടികളെ ഇതുപോലെ സംഭവിച്ചു, എന്നിട്ട് എത്ര പ്രതിഷേധങ്ങൾ നടന്നു. ഒക്കെയും ഒരു മാസം കഴിയുമ്പോ ഖത്തം ഹോഗയാ അല്ലേ? അതിന് ചാവക്കാട് ഒരു പുതിയ സംഭവമായിട്ടല്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു മാസം കഴിയുമ്പോ ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾ ചോദിക്കും അത് ഏത് റസിയ എന്ന്. അതെ, ഇന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു ഉസ്താദേ ആ കുടുംബത്തിന് ദുആ രക്കണം. ഒരു മാസം കഴിഞ്ഞ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയും അത് ഏത് റസിയ. ഇതാണ് ഈ പ്രിയമുള്ള സഹോദരിമാരെ നമ്മുടെ ജീവിതം. ഇത്രയേ ഉള്ളൂ. മരിച്ചുപോയാൽ സ്വന്തം മക്കൾ പോലും മൂന്നാം പാർട്ടിക്കപ്പുറം ബാപ്പായെ മറന്നു പോകുന്ന ഒരു ലോകത്ത് ഇന്നും പിശാചിന് വേണ്ടി ജീവിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു സഹോദരങ്ങളെ? അത്ഭുതം തോന്നിപ്പോവുകയാണ്. സത്യത്തിൽ അത്ഭുതം തോന്നിപ്പോവുകയാണ്. രക്ഷപ്പെടാനുള്ള എളുപ്പമാർഗങ്ങളും വഴികളും കരഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തന്നിട്ട് പോലും അത് നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളോട് എന്തു പറയാനാണ്? അതുകൊണ്ട് എന്നെ ഈ പ്രഭാഷണം ഇഷ്ടപ്പെടുന്ന സഹോദരിമാരോട് പറയുകയാ, ഉജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹി. നിനക്ക് ഇഷ്ടമില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ, നിനക്ക് ഇഷ്ടമില്ലാത്ത ഖുർആനോദലുണ്ടല്ലോ, നിനക്ക് ഇഷ്ടമില്ലാത്ത ദാനധർമ്മങ്ങളുണ്ടല്ലോ, നിനക്ക് ഇഷ്ടമില്ലാത്ത പാതിരാ സമയത്തുള്ള ഇബാദത്തുണ്ടല്ലോ. ഓ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലാതെ നിനക്ക് സ്വർഗമില്ല. അതിലേക്കൊന്ന് മടങ്ങി വരുമോ? ആ കാര്യങ്ങളിലേക്കൊന്ന് തിരിച്ചു വരുമോ? അവിടെയാണ് നമുക്ക് സ്വർഗമുള്ളത്. ദോ ഖദം കി രാസ്താ ഹേ, സ്വർഗത്തിലേക്കെത്താൻ 2 കാൽപ്പാടമാണെന്ന് മഹാനായ സൂഫിയായ ഒരു മനുഷ്യൻ പറയുകയാണ്. ദോ ഖദം കി രാസ്താ ഹേ, സ്വർഗത്തിലെത്താൻ 2 കാൽപ്പാദം മാത്രം. पहली कदम अपने नफ्स पर, दूसरी कदम खुदा के जन्नत पर. ഒന്നാമത്തെ കാൽപാദം എന്ന് പറയുന്നത് നിന്റെ ശരീരത്തിന്റെ ഇച്ഛയാണ്. അതിന്റെ മുകളിൽ നീ ചവിട്ടുമ്പോൾ ദൂസരേ കദം ഹുദാ കെ ജന്നത്ത് പർ, രണ്ടാമത്തെ കാൽപാദം നിന്നെ സ്വർഗത്തിലെത്തിക്കും. നിന്റെ ശരീരം ആഗ്രഹിക്കുന്നതെന്താണോ അതിനെ വേരോടുകൂടി പിഴുതി എറിയുക, ഇല്ലെങ്കിൽ ഖബറടക്കുക, എന്നിട്ട് സ്വർഗത്തിന് വേണ്ടി ദ്വാരക്കുക. എന്നിട്ട് സ്വർഗത്തിന് വേണ്ടി ദ്വാരക്കുക. നിന്റെ ശരീരം ആഗ്രഹിക്കുന്നതെന്താ
ചെറുപ്പക്കാർ ചിന്തിച്ചു നോക്കിയേ, സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കിട്ടണം എന്ന് ആഗ്രഹമില്ലാത്ത ചെറുപ്പക്കാരുണ്ടോ? ഇപ്പോഴും കെട്ടിപ്പോയ ഭാര്യയെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അള്ളാഹുവേ പെണ്ണ് കാണാൻ പോയപ്പോ തിമിരമായിരുന്നോ പടച്ചവനെ എന്ന് ചിന്തിച്ച് വീട്ടിന്റെ അകത്ത് കഴിയുന്ന ചെറുപ്പക്കാരില്ലേ? ഇല്ലെങ്കിൽ 40-50 വയസ്സായവരില്ലേ? അയൽവാസിയുടെ ഭാര്യമാരെ കാണുമ്പോൾ അതിനെ കെട്ടിയാ മതിയായിരുന്നു റബ്ബേ, എന്ത് പറയാം, അന്നത്തെ ആവേശത്തിൽ കയറി കയ്യും കൊടുത്തുപോയി, 4 മക്കളുമായി, ഇനിയിപ്പോ ഒരു വരാനും പറ്റൂല, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുന്നവരെ ആരും മോഹിക്കാതിരിക്കൂല. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ ആ മോഹം സ്വർഗത്തിന് വേണ്ടി മറക്കണം. ആ മോഹം. കള്ള് എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും സുഖം തരുന്ന ഒരു സംഭവമാണെന്ന് കുടിക്കുന്നവർ പറയുമ്പോൾ കേൾക്കുന്നവന് ഒരു ആഗ്രഹമുണ്ടാകും. ഒരു പക്ഷേ രുചിച്ചു നോക്കിയവന് വീണ്ടും വീണ്ടും കൊതിക്കാൻ ആഗ്രഹവും ആർത്തിയും ഉണ്ടാകും. അത് അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ആ മനസ്സിൽ തോന്നുന്ന ഇഷ്ടത്തെ മാറ്റിവെക്കുക. അതുപോലെ കോടികൾ ഈ പ്രവാസനം കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ 10 ലക്ഷം രൂപയുടെ ഒരു ബാഗ് നിങ്ങളുടെ കയ്യിൽ കിട്ടി, അതിനകത്ത് 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യൂല. കുടുംബമായിട്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നാളെ ഇവിടുന്ന് സ്ഥലം വിടും. കുറച്ച് നാൾ കഴിഞ്ഞ് റാഹത്തായിട്ട് മടങ്ങി വരും. ബാംഗ്ലൂർ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരും. ഈ പൈസ കിട്ടിയ കാര്യം പുറത്തു പറയില്ല. ആ കാശിനെ അള്ളാഹുവിന്റെ സ്വർഗം മോഹിക്കുന്നവനാണെങ്കിൽ 10 പൈസയുടെ വില പോലും കൊടുക്കാതെ വേണ്ടപ്പെട്ടവരെ ഏൽപ്പിക്കാനുള്ള മനസ്സ് കാണിക്കുക. അതാണ് സ്വർഗവും നരകവും നമുക്ക് തരുന്ന 2 പ്രത്യേകമായ താല്പര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് നരകം തരുന്നു. മറ്റൊന്ന്, നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ അള്ളാഹു സ്വർഗം തരുന്നു. ഏത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം, തീരുമാനിക്കണം. ഇഷ്ടമുള്ളത് ചെയ്യണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയൂ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെ, ആഗ്രഹങ്ങളെ, മോഹങ്ങളെ ആരാണോ വലിച്ചെറിയുന്നത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന്റെ കൂടെയാണ് സ്വർഗം. അവന്റെ കൂടെയാണ് സ്വർഗം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നതാണ്. ദാടി വെച്ചതുകൊണ്ട്, നിസ്കാരത്തിടമ്പ് വരുത്തിയതുകൊണ്ട്, വല്ലപ്പോഴും അനാഥരായ പെൺകുട്ടികളുടെ കല്യാണത്തിന് കുടുംബസമേതം പോയിട്ട് ഞാൻ വലിയ ദീനിന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് ഒരു 500 രൂപ പൊതിഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അല്ലാഹു സ്വർഗം തരുമെന്ന് കരുതുന്നവരെ, ബദർ യുദ്ധത്തിന്റെ രണാകണത്തിൽ ആ ബദരീങ്ങൾക്ക് സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന, ബദരീങ്ങൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന, ബദരീങ്ങൾക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്ന, ബദരീങ്ങൾ ക്ഷീണിക്കുമ്പോ അവരുടെ കാൽപാദങ്ങളിലേക്ക്, കൈകാലുകളിലേക്ക് തന്റെ കരസ്പർശനം കൊണ്ട് സുഖം പകർന്നുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹാബിയുടെ ഉമ്മ വന്ന് പ്രവാചക സമക്ഷം വന്ന് നിറകണ്ണുകളോടെ പറയുന്നയാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോന് യുദ്ധത്തിൽ പങ്കെടുത്തവനല്ല, എന്റെ തങ്കക്കുടം യുദ്ധത്തിൽ പങ്കെടുത്തവനല്ല, പക്ഷെ എന്റെ പൊന്നുമോന് ബദരീങ്ങളെ സഹായിച്ചവരാ, അവനതാ മരിച്ചു നബിയേ, അവന് സ്വർഗമുണ്ടോ? ആലോചിക്ക് പ്രിയപ്പെട്ടവരെ, കള്ളു പിടിച്ചവരെ സഹായിച്ചതല്ല, പെണ്ണ് പിടിച്ചവരെ സഹായിച്ചതല്ല, അല്ലാഹുവിന്റെ ഖുർആനെതിരെ പ്രവർത്തിച്ചവരല്ല, പള്ളിയുടെ മുമ്പിൽ എഴുന്നള്ളത്ത് നടത്തിയവനല്ല, അസ്ഹാബുൽ ബദറില്ലേ, ഇസ്ലാമിക ചരിത്രത്തില് ഭൂമിയുടെ മഴപ്പരികൾ പോലും മറക്കാത്ത 313 തുരുമ്പിച്ച വാളും കയ്യിൽ വെച്ചുകൊണ്ട് പൊട്ടിയ കൈകാലുകളുമായിട്ട് ചുട്ടുകൊല്ലുന്ന ബദറിന്റെ രണാകണത്തില് പടപൊരുതിയ പാവപ്പെട്ട ബദരീങ്ങളില്ലേ, ആ ബദരീങ്ങൾക്ക് വെള്ളം കൊടുത്തവരാ, ആ ബദരീങ്ങളുടെ കൈകാലുകളെ തടഞ്ഞു കൊടുത്തവരാ, ആ ബദരീങ്ങളെ സ്നേഹിച്ചവരാ. മരിച്ചുപോയപ്പോ സ്വർഗമുണ്ടോ എന്ന് സംശയമാണ്. നിബിധങ്ങൾ പറഞ്ഞു അവർക്ക് സ്വർഗമുണ്ട്. ചുഗന്ധേ ഉബൈദത്ത് യബതബ അമ്മാ, സൂര്യന്റെ വരും വാടി തൊഴുകൈതമ്മാ, നിഗരെ തവറിയാസി ഹബീബുല്ലാന്റെ ദേശത്തിരുമ്പില് കിടത്തിക്കൊണ്ടേ, ഉബൈദത്തുറളിയല്ലാഹുവിന്റെ കയ്യറാ വെട്ടേറ്റുകൊണ്ട് ഒരു തൊലിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാ. ഉബൈദത്തുറളിയല്ലാഹുവിന്റെ 2 കാലുകൾ വെട്ടിമുറിക്കപ്പെട്ടിരിക്കുകയാ, കഷണങ്ങൾ
കഷണമായി തെറിച്ചു പോയിരിക്കുകയാ. ആ ശരീരത്തെ കൊണ്ടുവന്ന് നബി തങ്ങളുടെ മുമ്പ് കിടത്തുമ്പോ മുത്തായ നബി തങ്ങളുടെ മുമ്പ് വന്നിട്ട് തന്റെ വാക്യകത്ത് നിറഞ്ഞു കിടക്കുന്ന രക്തത്തെ പുറത്തേക്ക് തുപ്പിയിട്ട് ചോദിക്കുകയാ, നബിയേ, ആരണാകിടത്തിൽ കിടന്ന് മരിക്കാൻ കൊതിച്ചവരാണ്, പക്ഷെ എന്നെ സഹാബപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന നബിയേ, ഞാനിവിടെ കിടന്ന് മരിച്ചോ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ, എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വൈദത്തേ, നീ സ്വർഗത്തിലാ പൊന്നുമോനെ. അല്ലാഹുവിന് വേണ്ടി തലവേദന വരും പുരസ്കാരം മറക്കുന്ന അകലാടുള്ള പെങ്ങളെ, നൂറുകണക്കിന് ബാക്കിമാരുടെ പ്രഭാഷണ സീഡ് വീട്ടിന്റെ അകത്ത് വെച്ച് പ്രസംഗിക്കുമ്പോ മുമ്പ് വന്ന് പൊട്ടിക്കരന്നിട്ട് അവസാന ആനയെഴുന്നള്ളത്തും കുതിരച്ചാട്ടവും കാണുമ്പോ അതെല്ലാം മറന്നുകൊണ്ട് അതന്ന് കേട്ടതല്ലേ, അത് പണ്ട് കേട്ടതല്ലേ, അത് മരിക്കുമ്പോഴല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം മറന്നു ഡിസ്കോ പാട്ട് കേട്ട് പള്ളിക്കാമ്പോളിൽ ഖബറാളുകളെ നാടിപ്പിച്ചുകൊണ്ട് നൃത്തം ചെയ്യാ മനസ്സ് കാണിച്ച പെണ്ണേ, ശരീരത്തിൽ ഒന്നുപോലും ബാക്കിയില്ല, എല്ലാ സ്ഥലം നിറഞ്ഞു പോയി, ആ തുണിയിൽ തൂങ്ങിക്കിടക്കുന്ന കൈകാലുകളാ. എന്നിട്ട് നബിയോട് ചോദിക്കുകയാ, സ്വർഗമുണ്ടോ? സംശയമാണ് അവർക്ക്. ഇത്രയും ചെയ്തിട്ട് അവർക്ക് സംശയമാണ്. വെള്ളിയാഴ്ച മാത്രം കാലുവഴി ഒരു മുണ്ടും എടുത്തുടുത്ത് പള്ളിയുടെ പുറകിൽ പോയിരുന്ന് സലാം വിട്ടുമ്പോ ഇറങ്ങി കാലിക്കേറുന്ന ചെരുപ്പ് കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്ന നമുക്ക് സ്വർഗം കിട്ടുമെന്ന് ഇത്ര ഉറപ്പാ അല്ലേ? അവരിത്രയും ചെയ്തിട്ട് അവർക്ക് സംശയമാണ്, കിട്ടുമോ നബിയേ, കിട്ടുമോ നബിയേ? 10 പേരുണ്ടല്ലോ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് നബിതങ്ങൾ ദുനിയാവിന്റെ പുറത്ത് വെച്ച് പറഞ്ഞ 10 പേർ. ചിന്തിച്ചു നോക്കിയേ, അതിൽ പരം ഭാഗ്യവാന്മാർ ലോകത്തിന്റെ മണ്ണിൽ പിന്നെ ജീവിച്ചിട്ടുണ്ടോ? 10 പേർ നിങ്ങൾക്ക് സ്വർഗമാണ്. എന്തൊരു ഭാഗ്യവാന്മാരാ! ആരാ പറയുന്നേ? വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു. ഒരാള് പോലും അള്ളാന്റെ റസൂലിന്റെ നാവിൽ നിന്ന് കേൾക്കുന്നത് കളവാണെന്ന് പറയാൻ കഴിയില്ല. അള്ള പറയാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല മുത്തായ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങൾ പറഞ്ഞു, അന്ത ഫിൽ ജന്ന, അന്ത ഫിൽ ജന്ന, അന്ത ഫിൽ ജന്ന, അന്ത ഫിൽ ജന്ന. 10 പേര് നീ സ്വർഗത്തിലാന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് പേടിക്കാനുണ്ടോ? ആരാ? സുമ്മരി അല്ലാഹുനബി ബക്കറിന്ദ അന്നോമരി വഅന്ന ലിംബൻ ഉസ്മാന ബിൽ കറമി സഈദിൻ സഈദിൻ സുബൈറിൻ തൽഹാതി വബി ഉബൈദ ബിനി ഫിന്നാസിരിൽ കറമി. നീ സ്വർഗത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, ഉമറിനോട്, ഉസ്മാനോട് റളിയല്ലാഹു അൻഹും, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിലാ. 10 പേരോടാ പറഞ്ഞത്. നിങ്ങൾ അവിടെ ചരിത്രം പഠിച്ചു നോക്കുക. ആ 10 പേരുടെ ചരിത്രത്തിൽ ഒരു രാത്രിയെങ്കിലും നരകത്തെ ഭയന്ന് കരയാറ് കിടന്നുറങ്ങിയ ഒരു രാത്രിയുണ്ടെന്ന് കാണിച്ചു തരാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിലാണ് നിങ്ങൾ 10 പേരുമെന്ന് നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ 10 പേർ അതിനുശേഷവും ജീവിച്ചല്ലോ എത്രയോ കൊല്ലം. ഒരു ദിവസമെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് നരകത്തെ ഭയന്ന് സ്വർഗത്തെ കൊതിച്ച് കരയാതെ അവരുറങ്ങിയ ചരിത്രം ഇല്ല പ്രിയമുള്ളവരെ. ഒരു ചരിത്രത്തിന്റെ ഏടിലുമില്ല. ഒരു ദിവസവും കരയാതിരുന്നിട്ടില്ല, ഒരൊറ്റ ദിവസവും. എല്ലാ ദിവസവും രാത്രിയാകുമ്പോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരച്ചിലാണ്. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബൈത്ത് പോലും ലോകമറിയപ്പെട്ടത്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി. അല്ലാഹുവേ, സ്വർഗമുണ്ടെന്ന് നിന്റെ മുത്തുനബി തങ്ങൾ പറഞ്ഞു. പക്ഷേ ആ സ്വർഗത്തിന് യോഗ്യതയുള്ളവനല്ല ഞാൻ. ആരാ പറയുന്നത്? 40,000 സ്വർണ്ണ നാണയവുമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തിരുന്ന് വിട പറയുമ്പോൾ
ഇജറയുടെ സമയത്ത് 4000 വെള്ളി നാണയമായി ചുരുങ്ങി. ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, വലമ്മാ മാത അബീ അബൂബക്കർ, എന്റെ ഉപ്പ അബൂബക്കർ മരണപ്പെട്ടപ്പോ മാ തറക മാലം വലാ ശൈആ, ഒരു തുണ്ട് വസ്ത്രം പോലും സ്വന്തമെന്ന് പറയാൻ ബാക്കിയില്ലായിരുന്നു. സർവ്വതും. അതൊക്കെ ലോകത്താർക്കുണ്ടെങ്കിലും സാധിക്കുന്ന കാര്യമാണോ? ലോകത്താരെ കൊണ്ടെങ്കിലും അത് സാധിക്കോ? മരണപ്പെട്ടു പോയപ്പോൾ ഒരു തുണ്ട് വസ്ത്രം പോലും ഇല്ലായിരുന്നു എന്റെ ഉപ്പ മരിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം. ആ മഹാനുഭാവൻ, ആ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, അല്ലാഹുവേ നിന്റെ അനുഗ്രഹത്തിന്റെ പർദീസയായ സ്വർഗ്ഗത്തിന് എനിക്കൊരു യോഗ്യതയില്ല അല്ലാഹ്. വലാ ഖുവാ അലാ നാരിൽ ജഹീം, കത്തിക്കാളിക്കൊണ്ടിരിക്കുന്ന ജഹീം എന്ന് പറയുന്ന നരകത്തെ സഹിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല പടച്ചവനേ. ഒന്നാമത് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ നബി തങ്ങൾ ഒന്നാമത് പേര് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം ഇതാണെങ്കിൽ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, എന്ത് ത്യാഗം ചെയ്തിട്ടാ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്? എപ്പോഴാണ് മരണം വരുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്റെ കുടുംബത്തില് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് 18ാമത്തെ വയസ്സിൽ വിദേശ രാജ്യത്തേക്ക് പോയവരാ. 18ാമത്തെ വയസ്സിൽ ഗൾഫ് രാജ്യത്തേക്ക് പോയവരാ. തന്റെ മാതാപിതാക്കളെ നോക്കാ, തന്റെ പെങ്ങന്മാരെ നോക്കാ, തന്റെ കുടുംബത്തെ നോക്കാ. അവസാനം എല്ലാം കഴിഞ്ഞ നാട്ടിൽ വന്നു. അതേ ദുബായിലും ഖത്തറിലും മസ്കറ്റിലും ഒക്കെ സേവനം കഴിഞ്ഞ നാട്ടിൽ വന്ന് ഇനി പോകുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോ മനസ്സിന്റെ അകത്തൊരു കൊതി വരികയാ, എനിക്കൊന്ന് ഉംറയ്ക്ക് പോണമല്ലോ. അതുകൊണ്ട് സൗദി അറേബ്യയിൽ പോയി ഒരു കൊല്ലം ജോലി ചെയ്യാം, ഒരു ഉംറയും കഴിഞ്ഞ് മടങ്ങി വരാം. 18ാമത്തെ വയസ്സിൽ പോയ ഞാൻ ഒരു ഉംറ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടമല്ലേ? വീണ്ടും പോവാൻ പോയി. ആ പാവപ്പെട്ട ഭാര്യ പറഞ്ഞു അത്രേ, ഇനിയും പോണോ? 43 വയസ്സായി, ഇനിയും പോണമോ? ഒരു കുട്ടിയേ ഉള്ളൂ. പ്രായം ഒരുപാടായതിനു ശേഷമാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ടാണല്ലോ എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തെ കിട്ടിയത്. എന്തുകൊണ്ടാ? ഒരു വളരെ സാധുക്കളായിരുന്നു, വളരെ സാധുക്കളാ. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട സഹോദരൻ ഉംറയ്ക്ക് വേണ്ടി ഒരു നിയ്യത്ത് വെച്ചു, പക്ഷേ ചെയ്യാൻ കഴിഞ്ഞില്ല. സൗദി അറേബ്യയിലേക്ക് പോയി 3 മാസമായിട്ടേ ഉള്ളൂ. ഇപ്പോ മരണപ്പെട്ടിട്ട് ഏകദേശം എന്റെ ഒരു ചിന്ത വെച്ചൊരു 10 ദിവസം 2 ആഴ്ചക്കകത്ത് തികയുകയാണ്. ഇന്ന് ആ സഹോദരൻ അടക്കിയിരിക്കുന്നത് സൗദി അറേബ്യയുടെ മണ്ണിലാണ്. നിങ്ങൾ ഏതു ലോകത്താ ജീവിക്കുന്നത്? എന്റെ സഹോദരിമാരെ, ഇത് കഴിഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് ബാക്കി സീരിയൽ പോയി കാണണമെന്ന കൊതിയില്ലേ? ഏതു ലോകത്താ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ തലച്ചോറിൽ എന്ത് വിഷമാണ് നിറഞ്ഞിരിക്കുന്നത്? ഈ വാക്കുകൾ സ്വീകരിക്കാൻ പറ്റാത്ത വിധം ഏത് പിശാചാണ് നമ്മളെ കീഴടക്കിയിരിക്കുന്നത്? തീരുമാനിക്കും നിങ്ങൾ. സ്വർഗം വേണമെങ്കിൽ സ്വർഗം, നരകം വേണമെങ്കിൽ ഇവിടെ വെച്ച് തീരുമാനിച്ചിട്ട് ഒരു ഒത്തുതീർപ്പിലായിട്ട് നമുക്ക് പിരിയാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊതിക്കാം. സുഖവും ആഡംബരവും. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. അല്ലാഹു പറയുന്നു, 2 വരിയുണ്ട് ചാവക്കാട്. ഒന്ന് നല്ലതിലേക്ക് പോകുന്ന വഴി, മറ്റൊന്ന് തിന്മയിലേക്ക് പോകുന്ന വഴി. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എനിക്കിതൊന്നും വേണ്ട, ഇതൊക്കെ പണ്ട് മുതലേ മൗലവിമാര് പറയുന്നതാ എന്ന് പറഞ്ഞിട്ട് അതിനെ വലിച്ചെറിഞ്ഞിട്ട് കള്ളുമതി, പെണ്ണുമതി, അടിഞ്ഞാട്ടം മതി, ശിങ്കാരിവേളം മതി, ബ്ലൂ ഫിലിം മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകേണ്ടവർക്ക് പോകാം. പക്ഷേ അവര് നാളെ പരലോകത്ത് വരുമല്ലോ, ഈ മഹാന്മാരൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വരുമല്ലോ. അള്ളാഹു വിധിച്ചാൽ ഇതിന്റെ അകത്തിരുന്ന് പൊട്ടിക്കരയുന്ന സ്വർഗം വേണമെന്ന് കുറിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയതുപോലെ മണ്ണാർക്കാട് നിന്ന്, പാലക്കാട് നിന്ന്, പെരിന്തൽമണ്ണയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇന്നലെ ആലുവയിലെ പ്രഭാഷണം കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾ പോകുന്നില്ല ഉസ്താദ്, ഇന്ന് ചാവക്കാട് കൂടി കഴിഞ്ഞിട്ട് പോകാ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട പിഞ്ചുമക്കളെയും ഭാര്യയും കൊണ്ട് കൂടെ നടക്കുന്ന കുടുംബത്തിൽപ്പെട്ടവരെ കരഞ്ഞ് കരഞ്ഞ് അല്ലാഹുവിന്റെ സ്വർഗം നേടുമ്പോ അവിടെ വെച്ച് നമുക്ക് കാണാം, അവിടെ വെച്ച് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്.
അവിടെ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. അന്ന് രണ്ടും നന്മയും തിന്മയും വേർതിരിക്കുന്ന ലോകത്ത് വെച്ച് കാണാം. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗത്തിൽ, മറ്റൊരു വിഭാഗം നരകത്തിലുമായി നിൽക്കുന്ന ലോകത്ത് വെച്ച് നമുക്ക് കാണാം. ഇനി നിങ്ങൾ പറയും ഇല്ല, വളരെ ഗൗരവമുള്ള 2-3 ഹദീസുകൾ പറയാൻ പോവാ. ശ്രദ്ധിച്ചോ. സ്വർഗം കിട്ടുമെന്ന് അല്പമെങ്കിലും കുതിച്ചിരിക്കുന്ന നിങ്ങൾ ആ ചിന്ത മാറ്റിയിട്ട് ചില കർമ്മങ്ങൾ ഈ ദുനിയാവിൽ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി പറയുകയാണ്. നിങ്ങൾ പറയുന്നു കൃത്യമായി നിസ്കാരമുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ തലമറയ്ക്കും, നല്ലതുപോലെ തലമറയ്ക്കും. മോഡൽ പർദ്ദയല്ല, ശരീരത്തിൽ ഇറുവിക്കിടക്കുന്ന ടൈറ്റ് പർദ്ദയൊന്നുമല്ല, നല്ല പർദ്ദയാതിരിക്കുന്നേ. തല നല്ലതുപോലെ മറയ്ക്കും. ഭർത്താവിന് കൃത്യമായി വഴിപ്പെടും. ഉസ്താദ് പറഞ്ഞതുപോലെ ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ വസോമത്ത് ശഹ്റഹാ വഅസ്നതു ഫർജഹാ വഅതാഅത് സൗജഹാ ദഖലത് ജന്നത റബ്ബി. അതൊക്കെ ചെയ്യും. യാസീൻ ഓതും, വൈകുന്നേരം വീട്ടിൽ യാസീൻ ഓതും, ഒക്കെ ചെയ്യും. നിങ്ങളും പറയുന്നു അതൊക്കെ നമ്മൾ ചെയ്യും. എങ്കിൽ പിന്നെ നമുക്ക് സ്വർഗം കിട്ടിക്കൂടെ? ഒരു ഹദീസ്, ആദ്യം ഒരു ഹദീസ്, അതിന്റെ താഴെ അടുത്ത ഹദീസ്, അതിന്റെ താഴെ അടുത്ത ഹദീസ്. 3 ഹദീസ് നിങ്ങൾക്ക് മുന്നിൽ തരാൻ പോവാൻ. ഈ 3 ഹദീസ് കേട്ടിട്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടോ ഇല്ലേ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഞാൻ പറയൂല. നബി തങ്ങൾ പറഞ്ഞ 3 വരി. ഒന്നാമത്തെ വരി ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിസ്കാരത്തിടമ്പ് വന്ന സഹാബത്തിനോട് സ്വർഗം കിട്ടുമെന്ന് ഏകദേശമൊക്കെ ധാരണയിലെത്തി പാതിരാ സമയത്ത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, ലാ യദ്ഖുലുൽ ജന്നത ഖാത്യുൻ. കളവ് പറയാത്ത നാവുകൊണ്ട് മുത്തുനബി തങ്ങൾ പറയുകയാ, കുടുംബ ബന്ധം മുറിച്ചവന് സ്വർഗത്തിൽ സ്ഥാനമില്ല. അവൻ ഹാജിയാണെങ്കിലും, അനാഥ മക്കളെ വളർത്തുന്നവനാണെങ്കിലും, പള്ളി വെച്ചവനാണെങ്കിലും, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളാണെങ്കിലും, ലാ യദ്ഖുലുൽ ജന്നത ഖാത്യുൻ. കുടുംബ ബന്ധം മുറിച്ചവന് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. നബി തങ്ങളുടെ വാക്കാണ്. ആ വാക്ക് മുമ്പ് വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, എത്ര നാളായി നിങ്ങളുടെ കൂടപ്പിറപ്പിനോട് നിങ്ങൾ പിണങ്ങിയിട്ട്? ചിന്തിച്ച്. തഴമ്പിലൊന്നും അർത്ഥമില്ല. വീടിന്റെ ഫ്രണ്ടിൽ മക്കയുടെ ഫോട്ടോ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. ഭർത്താവും ഞാനും എന്നും കുത്തുബിയത്ത് ഓതിയിട്ടാ ഉറങ്ങുന്നത്. പണഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തൊട്ടടുത്ത് നിന്റെ കൂടപ്പിറപ്പ് പട്ടിണി കിടന്നിട്ട് തിരിഞ്ഞു നോക്കാൻ നിനക്ക് പറ്റിയോ? അല്ലാഹു തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. സർവ്വതും ചെയ്യും, സർവ്വ അമലുകളും ചെയ്യും. പള്ളിക്ക് വേണ്ടി പലരും പറയാറില്ലേ, അയാൾ പള്ളിക്ക് വേണ്ടി വാരിക്കോരി കൊടുക്കുന്നതാ, യതീംഖാനയ്ക്ക് വേണ്ടി വാരിക്കോരി കൊടുക്കുന്നതാ. അവന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന കൂടപ്പിറപ്പ് പള്ളിയുടെ നടയിൽ വെള്ളിയാഴ്ച പോയി നിൽക്കുന്നു. എന്തിനാ? മോളെ കെട്ടിക്കണം, സർട്ടിഫിക്കറ്റ് അടിച്ചു വന്നിരിക്കുകയാണ്. ആരാ? നാട്ടിലെ വലിയ മൊയിലാളിയുടെ മോനാ, ചാവക്കാട് അറിയപ്പെട്ട കാശുകാരന്റെ സഹോദരിയുടെ മോനാ, എറണാകുളത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ഉടമസ്ഥന്റെ കുടുംബത്തിൽപ്പെട്ടവളാ. പട്ടിണി പാവങ്ങൾ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് വെള്ളിയാഴ്ച ജുമാനസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ കൈവെള്ളയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 10 രൂപ 5 രൂപ എണ്ണിയെടുത്ത് തിട്ടപ്പെടുത്തിയിട്ട് മോളെ മുമ്പ് കൊണ്ടുവന്നിട്ട് നിക്കാഹിന് വേണ്ടി കൈനീട്ടിയിട്ട് 100 പേരുടെ മുന്നിൽ പോയി കൈനീട്ടിയിട്ട് 500 കിട്ടുമ്പോൾ കൊണ്ടുവന്ന് കരയുന്ന കുടുംബത്തിൽപ്പെട്ട നീയാണ് സുഖിക്കുന്നതെങ്കിൽ നിനക്ക് സ്വർഗത്തിലെ സ്ഥാനമുണ്ടെന്ന് വല്ലാഹി വല്ലാ നീ കരുതണ്ട മോനെ, അത് നീ കൊതിക്കണ്ട മോനെ. നിനക്കത് കിട്ടൂല. 101 വട്ടം നിനക്കത് കിട്ടൂല. നിന്റെ കുടുംബത്തെ നീ ഒന്ന് കണക്കാക്കി നോക്ക്. ഇവിടെ ഇരുന്ന് നിങ്ങൾ വ്യക്തിപരമായി ഓരോരുത്തരും ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കണം. എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ആരാ? നിന്റെ ഉമ്മ, നിന്റെ ഉപ്പ, ഉപ്പാടനുജത്തി, ഉമ്മാടനുജത്തി, അതൊക്കെ കുടുംബമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ആരാ? ഭാര്യയും ഭാര്യയുടെ കൂടെ തലയെടുപ്പുള്ള 2 ആങ്ങളമാർ, അതുമാണ് നമ്മളെ കുടുംബം. ഇത്രേ ഉള്ളൂ. അതല്ല പ്രിയപ്പെട്ടവരെ. നിന്റെ എളാപ്പ, ഉമ്മാടെ സഹോദരൻ എന്ത് പറയും? ഇവിടെ മാമ പറയോ? അമ്മാവൻ അല്ലേ? അമ്മാവൻ, അമ്മാവി, എളാപ്പ, അവരൊക്കെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് അല്ലേ? അവരൊക്കെ നമ്മളെ ഓർത്ത് കരഞ്ഞാൽ ലോകത്ത് നിങ്ങൾ ഇനി എന്തൊക്കെ പണിഞ്ഞാലും മുത്തുനബി പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ലാ യദ്ഖുൽ ജന്നത ഖാത്യൂൻ, നിങ്ങൾക്ക് സ്വർഗമില്ല. കടക്കൂലെന്ന് പറഞ്ഞാൽ കടക്കൂല. വെളിയിൽ പോയി ഉമിനീരിറക്കി നിൽക്കാനുള്ള യോഗ്യത പോലും അല്ലാഹ് തരൂല. സഹോദരിമാരെ, നിന്റെ ഭർത്താവിന്റെ കുടുംബക്കാരോട് നീ കാരണം ഭർത്താവ് പിണങ്ങിയിട്ടുണ്ടോ? ഇന്നത്തെ രാത്രി അതിന് പര്യവസാനം ഉണ്ടാക്കണം. ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് മരണപ്പെട്ട നാളെ ഈ വസ്ത്രമൊക്കെ മാറ്റി 3 തുണ്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് സന്തൂക്കിലെടുത്ത് വെച്ച് കൊണ്ടുപോകുമ്പോ നീ നിന്റെ ഭർത്താവിന്റെ ഉമ്മയോട് മത്സരിച്ചതിന് പകരം എന്താ കൊണ്ടുപോകുന്നത്? പെണ്ണ്, ഭർത്താവിന്റെ പെങ്ങന്മാരോട്
മത്സരിച്ചതിന് പകരം എന്താ നീ കൊണ്ടുപോകുന്നത്? നിന്റെ കുടുംബത്തിൽപ്പെട്ടവരെ പടത്തിന്റെ മുൻപ് കാണിച്ച് തോൽപ്പിച്ചതിന് പകരം എന്ത് മാങ്ങാ തൊലിയാ നിന്റെ ഖബറിലേക്ക് നിനക്ക് കൊണ്ടുപോകാനുള്ളത്? ഒന്നുമില്ല. ഇത് മത്സരത്തിന്റെ ലോകമല്ല, അത് ആഖിറമാണ്. അവിടത്തേക്ക് വേണ്ടി ഇവിടെ മത്സരിക്കട്ടെ, അല്ലാതെ ഇവിടത്തേക്ക് വേണ്ടി മത്സരിക്കണ്ട. നിന്റെ കുടുംബത്തിൽ എത്ര പേര് ഭർത്താവിനെ നീ പിണങ്ങിയിട്ടില്ലേ? ഭർത്താവിന്റെ ഉമ്മയുപ്പയും പോട്ടെ, ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ട എത്രയോ പേരുമായി സഹോദരിക്ക് 10,000 രൂപ കൊടുക്കണം, വസ്തു വാങ്ങാൻ പോവാ എന്ന് പറയുമ്പോൾ നിന്റെ മുഖം ഇങ്ങനെ വരൂലേ? എല്ലാം സഹോദരിക്ക് കയറ്റി കൊടുത്താൽ മതി അറിയൂലേ? നിനക്ക് വല്ല കുറവുണ്ടെങ്കിൽ പറഞ്ഞു. നിനക്ക് വല്ല കുറവുണ്ടോ? വല്ല കുറവുണ്ടെങ്കിൽ പറഞ്ഞു. നിന്റെ മക്കളെ പട്ടിണി കിട്ടിട്ട് ഒരുത്തനും ഒരു സഹോദരിയെ നോക്കണ്ട, അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. മക്കള് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിനക്ക് വീടായി, വസ്തുവായി, നിനക്ക് ഭക്ഷണമുണ്ട്, നിനക്ക് സാമാന്യം ജീവിത സുഖങ്ങളെല്ലാം നിന്റെ ഭർത്താവ് തരുന്നുണ്ട്. എന്നിട്ട് കിട്ടിയതിൽ നിന്ന് ഒരു 5,000 രൂപ പെങ്ങൾ വീട് വെക്കാണ്, കൊടുക്കട്ടെ, എല്ലാം കൊണ്ട് കയറ്റി കുടിക്കാം, നമുക്കൊന്നും വേണ്ട. 3 മക്കളാ വളർന്നു വരുന്ന ഓർമ്മയുണ്ടോ? ഈ 3 മക്കൾ വളർന്നു വരുന്നത് വരെ നീ ഉണ്ടാകുന്ന ആര് കരുതി? അല്ലേ? ഇന്ന് കീക്കോട്ട് തങ്ങളുടെ ആ മജ്ലിസുൽ മദീനയിൽ ഞാൻ ദുആ ചെയ്യാൻ പോയപ്പോൾ അവിടെ കൊണ്ട് കിടത്തിയിരിക്കുകയാണ് ബാംഗ്ലൂരിൽ നിന്ന് 10 വയസ്സുള്ള ഒരു പൊന്നുമോനെ. സുബ്ഹാനല്ലാഹ്, ഞാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു പോയി, അതിനേക്കാളും നല്ലത് അല്ലാഹുവെ മയ്യിത്താക്കി കൊടുത്താൽ മതിയായിരുന്നു. കാലില്ല, കയ്യില്ല, കണ്ണ് പുറത്തേക്ക് തള്ളി, എന്തോ ഒരു കോലമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സരസിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ആ പൊന്നുമോന് നീ ആരോഗ്യം തിരിച്ചു കൊടല്ല, ആഫിയത്ത് കൊടല്ല, ബുദ്ധി കൊടല്ല. ഉപ്പായ ഉപ്പ എന്ന് വിളിക്കാൻ, ഉമ്മായ ഉമ്മ എന്ന് വിളിക്കാനുള്ള ശേഷിയും ക്ഷേമശിയും നീ കൊടുക്കണേ റബ്ബേ. മനസ്സ് നിറഞ്ഞു ദുആ ചെയ്തു പോവുകയാണ്. എന്തേ ഇത്? ഏത് ലോകമായ എന്റെ സഹോദരങ്ങളെ? ആരെ തോൽപ്പിക്കാൻ, എന്ത് നേടാൻ? ഒന്നുമില്ലല്ലോ. എല്ലാവരും പോയില്ലേ മണ്ണിനടിയിൽ. 6 അടി മണ്ണിൽ വെച്ച് 3-ാം പാത്തി കഴിഞ്ഞാൽ നിന്റെ കെട്ടിയോ നിന്നെ മറക്കൂലേ? നിങ്ങൾ എന്താ കരുതിയത്? എന്നും കൂടെ ഉണ്ടാവും, ജീവന്റെ ജീവനാണ്. 3-ാം പാത്തി കഴിയുമ്പോൾ സുഹൃത്തുക്കൾ അവനോട് ചോദിക്കും, എടാ ഒന്ന് കെട്ടണ്ടേ? ഉറപ്പായിട്ടും ചോദിക്കും. എന്നോടും ചോദിക്കും, നിങ്ങളോടും ചോദിക്കും. ഭാര്യ മരിച്ചാൽ എന്നോടും, ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യയോടും ചോദിക്കും. അങ്ങനെ ചിന്തിക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതം പരലോകത്തിന് വേണ്ടിയാവൂ. എന്നും പെണ്ണും പിള്ളയും പിടിച്ചോണ്ടിരിക്കാൻ പറ്റൂല, എന്നും ഭർത്താവിനും പിടിച്ചോണ്ടിരിക്കാൻ പറ്റൂല, എന്നും സ്വത്തുക്കളെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റൂല. സെക്കൻഡുകൾ കൊണ്ട് മരിച്ചാൽ അടുത്ത മണിക്കൂറിൽ അവരുടെ വീട്ടിലേക്ക് ദല്ലാളു വരികയാണ് പുതിയ വിവാഹാലോചനയുമായി. പിന്നെ ആയിഷമാരെ, അബ്സിമാരെ, നബീസമാരെ, ചാവക്കാട് നെയ്യാണ്ടി വേളത്തിന് ഭർത്താവിന്റെ തോളത്ത് കൈയിട്ട് കൊണ്ടുപോയി രസിച്ച പെണ്ണേ, സുഖിച്ച പെണ്ണേ, ആഹ്ലാദിച്ച പെണ്ണേ, ഒരു രാത്രി കൊണ്ട് നിന്നെ മറക്കുമ്പോഴേ, ഒരൊറ്റ രാത്രി കൊണ്ട് നിന്നെ മറക്കുമ്പോഴേ, ആ ലോകത്തിന് ആർക്കു വേണ്ടിയാണോ സ്വർഗം മറക്കുന്നത്? ആ ലോകത്ത് ആർക്കു വേണ്ടിയാണോ അല്ലാഹുവിനെ മറക്കുന്നത്? ആർക്കു വേണ്ടിയാ? അല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു അവസാന സമയത്ത്, ഇത്രയും ത്യാഗം അനുഭവിച്ചിട്ട് അവസാന സമയത്ത് പോലും അവർക്കൊക്കെ ആശങ്കയാണ്, അല്ലാഹുവേ കിട്ടുമോ, സ്വർഗം കിട്ടുമോ എന്ന്. 5 വഖത്ത് നിസ്കരിച്ച് ബാക്കിയുള്ള അമലുകളൊക്കെ ചെയ്തിരിക്കുന്നവരെ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു, കുടുംബ ബന്ധം തീർച്ചയായിട്ടും അതിനെ ചേർത്തേ പറ്റുള്ളൂ. ഇന്നത്തെ രാത്രിയിൽ കഴിയുമെങ്കിൽ അങ്ങനെ. പാതിരാത്രിയാണ് അവർക്ക് ബുദ്ധിമുട്ടാകുമെങ്കിൽ നാളെ രാവിലെ നേരം സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് പരിപാടി കൂടപ്പറപ്പിൽ ആരോടെങ്കിലും പിണക്കമുള്ളവരുണ്ടെങ്കിൽ ഫോണിലൂടെയെങ്കിലും അസ്സലാമു അലൈക്കും, ദ്വാരക്കണം, ഞാൻ പിണക്കമായിരുന്നു നിങ്ങളോട്, പല വ്യക്തിപരമായ കാര്യങ്ങളുണ്ടായിരുന്നു, ചിലപ്പോൾ തിരിച്ച് ചീത്ത വിളിക്കുമായിരിക്കാം, ചിലപ്പോൾ തിരിച്ച് പരിഹസിക്കുമായിരിക്കാം. ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ കോടതിയിൽ നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അങ്ങനെ ഒരു വാക്ക്. സമയം കിട്ടിയാൽ ഞാൻ ഭാര്യയും മക്കളുമായിട്ട് വരുന്നുണ്ട്, ആട്ടിയിറക്കിയാലും ഞാൻ വരും. അതാണ് താഴ്മ. ഇസ്ലാം അങ്ങനെയാണല്ലോ. കല്ലെറിഞ്ഞ അബൂജഹലിന് പനി വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് കാണാൻ ഓടിയ ലോകത്തിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഉമ്മ നിന്നെ ചീത്ത വിളിച്ചാലെന്താ, ഉപ്പ നിന്നെ ആട്ടി ഓടിച്ചാലെന്താ, സഹോദരിമാര് കുറ്റപ്പെടുത്തിയാലെന്താ, പുറത്തു കൊടുക്കാൻ നിനക്ക് കഴിയാത്തതെന്താ, പിന്നെ എന്ത് പ്രവാചക പ്രേമിയാ, പിന്നെ എന്ത് ആദർശശാലിയാ നീ? കഴിയണം നമുക്ക്. ആരോടും നമുക്ക് പിണക്കമില്ല, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോട്, ഉമ്മ ഉപ്പ വഴിയായുള്ള ബന്ധുമിത്രാദികളോട് വിനയത്തോടെ, താഴ്മയോടെ, ഇണക്കത്തോടെ ഇൻഷാ അല്ലാഹ് പെരുമാറണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ഒരു ഹദീസായി.
പെട്ടെന്ന് നമ്മുടെ സർവ്വ അമലും ബാത്തിലാക്കുന്നു. അടുത്ത മറ്റൊരു രംഗം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. യേശുനി പറയുന്നവർക്ക് സ്വർഗ്ഗമില്ല. അവന്റെ തഴമ്പിനെത്ര കട്ടിയുണ്ടാവട്ടെ, അവൻ നാട്ടിലെത്ര അറിയപ്പെട്ടവനാകട്ടെ, അവൻ പള്ളി പരിപാലകനാകട്ടെ, അവൻ പള്ളി നിയന്ത്രിക്കുന്നവനാകട്ടെ, അവൻ സംഘടന വളർത്തുന്നവനാകട്ടെ, അവൻ അനാഥ മക്കളുടെ കണ്ണീരൊപ്പുന്നവനാകട്ടെ, യേശുനി പറയുന്നവൻ. ഇവിടെ പറയുന്നത് കേട്ടിരുന്ന് അങ്ങനെയാണോ ആയിഷ? ആ ശരി, അല്ലെങ്കിൽ റംല അങ്ങനെയാ എന്ന് പറഞ്ഞ് എവിടെ കൂടെ നിൽക്കും. നേരെ അപ്പുറത്ത് പോയിട്ട് പറയും, റംല നിന്നെ കുറിച്ച് ഞാൻ നല്ലതൊക്കെ പറഞ്ഞപ്പോഴും ആയിഷ ശ്രദ്ധിച്ചില്ല, അവൾ അങ്ങനെയാണ്. അപ്പോ ഇവളെയും അവളെയും തമ്മിലെടുപ്പിക്കുന്നു. ഇതിനാണ് ഏഷണി എന്ന് പറയുക. തടം വിട്ട് കാര്യമില്ല. ഇതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ വെക്കുന്ന സീലാണ്, നീ ഏഷണിക്കാരിയാണോ, ഏഷണി പറയുന്നവനാണോ? ഈ സ്ത്രീകളെ കുറിച്ച് മാത്രമല്ല, നിങ്ങൾ ഈ പുരുഷന്മാർ പള്ളിയിലേക്ക് പോയാൽ, നിസ്കാരം കഴിഞ്ഞാൽ, മഗ്‌രിബ് കഴിഞ്ഞാൽ ഇശാ വരെ പള്ളിയുടെ നടയിൽ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത്, മണത്തലയിലും അകലാടും ഒക്കെ പള്ളിയുടെ മുമ്പ് ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇഷ്ടം പോലെ നമുക്ക് സ്ഥലമായി അല്ലേ? സ്ഥലമില്ലെങ്കിൽ എങ്ങനെ നടത്തുന്ന ഈ ആണ്ടിമേളം? അങ്ങനെ സ്ഥലമായി. നുണ പറയാൻ പള്ളിയുടെ നടയിൽ നമുക്ക് സ്ഥലമായി. വന്നിരുന്നുകൊണ്ട് എത്ര പേരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു, പരസ്പരം തമ്മിലെടുപ്പിക്കുന്നു. ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പറയും, അപ്പുറത്ത് പോയി ഇതേ വർത്തമാനം കരഞ്ഞുകൊണ്ട് പറയും. ഇതാണ് ഏഷണിക്കാർ. ഏഷണി പറയുന്ന സഹോദരിമാരെ, നരകത്തിൽ നിന്റെ അദാബിനെ കുറിച്ച് ഹസൻ ബസ്രി റളിയല്ലാഹു തആല പറഞ്ഞ് കരഞ്ഞതെന്തെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട അനുചരവൃന്ദങ്ങളോട് അറിയിച്ചു കൊടുക്കുകയാ, ഏഷണിക്കാരനായ മയ്യത്തിനെ അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിന് കൊണ്ടുവച്ച തലയുടെ ഭാഗത്ത് നിന്ന് കാലിന്റെ ഭാഗത്ത് നിന്ന് തീ കത്തിക്കപ്പെടുമെന്നാണ്. മൊത്തത്തിൽ തീയിലേക്ക് എടുത്തെറിഞ്ഞാൽ വലിയ വേദന ഉണ്ടാവൂല. പക്ഷേ വിരൽ തുമ്പ് മുതൽ ഉച്ചി മുതൽ വിരൽ തുമ്പ് വരെയും കത്തിച്ചാൽ അതൊരു വല്ലാത്ത വേദനയാണ്. വിറക് കൊളുത്തി വെട്ടുകൊളൊഴിച്ച് കത്തിക്കുന്ന ലാഘവത്തോടെ നിന്റെ മയ്യത്തിനെ ഖബറിന്റെ അകത്തിട്ട് കത്തിക്കും. രണ്ടുപേരെ അടുപ്പിച്ചവർക്ക് രണ്ട് ഭാഗത്ത് നിന്നും തീ വരുമത്രേ. മാത്രമല്ല, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് അവരെ മുഖം കൊത്തി നടത്തുന്നതാ. മാത്രമല്ല, നരകത്തിന്റെ രണ്ട് നാക്കാണ്, അവർക്ക് നബി മുഹമ്മദ് മുസ്തഫ. നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാക്ക് അവർക്ക് അള്ളാഹു ഫിറ്റ് ചെയ്തു കൊടുക്കുകയാണ്. എന്ത് ചെയ്താൽ? തമ്മിലെടുപ്പിച്ചാൽ, സംഘടനകളെ തമ്മിലെടുപ്പിച്ചാൽ, പള്ളികളെ തമ്മിലെടുപ്പിച്ചാൽ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ, കുടുംബങ്ങളെ തമ്മിലെടുപ്പിച്ചാൽ, ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞാൽ അവർക്കാണിത് കിട്ടുന്നത്. ചിന്തിക്കുക, സ്വർഗത്തിന് യോഗ്യതയുണ്ടോ? സംസാരം ശ്രദ്ധിക്കണ്ടേ? കുടുംബബന്ധം ചേർക്കണ്ടേ? ഇതെല്ലാം കടന്നിട്ട് സ്വർഗത്തിൽ കടക്കാത്ത മറ്റൊരാള് മൻകാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ, അണുവളവെന്ന് പറഞ്ഞു അടുക്കളയിൽ അടപ്പിക്കകപ്പെട്ടിരിക്കുന്ന കടുകുമണിയുണ്ടല്ലോ, ആ കടുകുമണിയോളം അളവ് അഹങ്കാരം നിന്റെ മനസ്സിലുണ്ടോ? അവന് സ്വർഗമില്ല. ഇത് പറയുന്നതാരാ? മുത്തുനബിയാ. അകലാടുള്ള പെങ്ങളെ, നിന്റെ ഭർത്താവ് കാസുകാരനായതുകൊണ്ട് നിന്റെ മനസ്സിൽ അഹന്തയുണ്ടോ? പൊന്നുപോലെ, നീ ധരിക്കുന്ന വസ്ത്രം വില കൂടിയതാ, നീ കഴിക്കുന്ന ഭക്ഷണം രുചികരമായതാ, നിന്റെ ജീവിതം സന്തോഷമായതാ, അതുകൊണ്ട് നിനക്ക് അഹങ്കാരം വന്നോ? പെങ്ങളെ, സ്വർഗമില്ല മോളെ, സ്വർഗമില്ല. ഞാൻ അബൂദാബിയിലെ ബിസിനസ്മാനാ, ഞാൻ ദുബായിയുടെ ശൈഖിന്റെ അടുത്തയാളാ, ഞാൻ സൗദി രാജാവിന്റെ അടുത്തയാളാ, കോടികൾ കയ്യിലിട്ടമ്മാനമാടുന്നവരാ, ഏതറ്റം വരെ പോകാൻ എനിക്ക് ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞു ചാവക്കാടിന്റെ പരിസരത്ത് അഹങ്കരിക്കുന്നവരെ,
30 പേര് നിസ്കരിക്കുന്ന പള്ളിയുടെ പ്രസിഡന്റായ, പിന്നെ എവിടെ വന്നാലും സ്ഥാനം വേണമെന്ന് വാശി പിടിക്കുന്നവര് 10 പേരുള്ള ഒരു സംഘടനയുടെ മെമ്പറാക്കിയോ. പിന്നെ ചാവക്കാട് ഞാൻ കഴിഞ്ഞിട്ട് ആരുമല്ലെന്ന് പറയുന്നവരെ എവിടെയാണ്? ഏത് ലോകത്തോട് പൊന്നുപോലെ ജീവിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇല്ല നിനക്ക് സ്വർഗമില്ല. ആരാ പറയുന്നത്? പട്ടിണി കിടന്നുകൊണ്ട് വിശപ്പടക്കാൻ നിവർത്തിയില്ലാതെ വേദന വന്നപ്പോ കൈകൊണ്ട് തടകിപ്പോയ നബിയാ. കിടന്ന വിരിപ്പിന്റെ ഈന്തപ്പനയുടെ നാടിന്റെ അടയാളം മുതുകിൽ വന്നപ്പോ കരഞ്ഞപ്പോ ഉഹുദ് മലയാണ് പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഞാൻ സ്വർണമായി തരട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വേണ്ട. ആ മുത്ത് നബിയാ പറയുന്നത്, അഹങ്കാര ഒരു അണു അളവ് മനസ്സിൽ വന്നാൽ ഞാൻ നല്ല പ്രഭാഷകനാണ്, തരക്കേടില്ല. ഞാൻ നല്ല മുദരിസാണ്, തരക്കേടില്ല. ഞാൻ നല്ലൊരു ഹാജിയാരാണ്, തരക്കേടില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തിന്റെ വിഷവിത്തുകൾ മനസ്സിന്റെ അകത്ത് പാകയിട്ട് നടന്നോ. ലോ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ നിനക്ക് സ്ഥാനമില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ. അല്ലാഹ് ഏറ്റവും നല്ല വിനയമുള്ളവരായി, ഏറ്റവും നല്ല താഴ്മയുള്ളവരായി, സ്വർഗം ചോദിക്കാൻ അർഹതയുള്ളവരായി ആദ്യം മാറണം. എന്നിട്ടേ സ്വർഗത്തെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാൻ കഴിയില്ല ആർക്കൊക്കെയാണ് അള്ളാഹു സ്വർഗം കൊടുക്കുന്നതെന്നറിയാൻ കഴിയില്ല. ചിലപ്പോ പുറമേ അതിന്റെ രൂപങ്ങളും ഭാവങ്ങളും അടയാളങ്ങളും ഒന്നും ഉണ്ടാവില്ല. അടുത്തിടപെടുമ്പോഴേ നമുക്കറിയാൻ കഴിയുള്ളൂ അവൻ സ്വർഗത്തിന്റെ ആളാ. അവൻ അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ആവേശമാ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകമായ താല്പര്യമാണ്, അല്ലാഹുവിന്റെ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ ഒരു അദമ്യമായ അഭിനിവേശമാണ്. അതുകൊണ്ട് അവന് സ്വർഗം കിട്ടുമെന്ന് അടുത്ത് ഇടപെടുമ്പോഴേ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു നാട്ടിൽ അറിയപ്പെട്ട ആർക്കും അറിയില്ല അയാൾ ഈമാനുള്ളയാളാണ്, നിസ്കരിക്കുന്നയാളാണ്, അള്ളാഹുവിനെ പേടിക്കുന്നയാളാണ്. അങ്ങനെ ഒരു വിവരവും അയാളെ കുറിച്ച് ആർക്കും അറിയില്ല. എല്ലാവരും വളരെ വൃത്തികെട്ട മനുഷ്യനായി കരുതിയിരുന്നവരാണ്. അയാൾ മരണപ്പെട്ടു പോയപ്പോൾ ആലിമീങ്ങൾ പരസ്പരം കൂടി ആലോചിച്ചു, എങ്ങനെ അയാളുടെ വീട്ടിൽ പോയി നിസ്കരിക്കും? അയാൾ മുസ്ലിമാണ് എന്ന് ജനങ്ങൾ പറയുന്നതല്ലാതെ പള്ളിയുമായി ഒരു ബന്ധമുള്ളതായി നമുക്കറിയില്ല, ദീനുമായി ബന്ധമുള്ളതായി നമുക്കറിയില്ല. അതുകൊണ്ട് അയാളുടെ മയ്യത്ത് സംസ്കരണ മുറകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന ഒരു തീരുമാനം പ്രിയമുള്ളവരെ എടുത്തു. അങ്ങനെ ഒരു തീരുമാനം എടുത്തു എല്ലാവരും മഹല്ലടിസ്ഥാനത്തിൽ. അങ്ങനെ ഒരു തീരുമാനം വരുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ കഷ്ടപ്പാടാണല്ലോ അല്ലേ? പള്ളികളിലൊക്കെ എപ്പോഴും നല്ല തന്മയത്വത്തോടുകൂടി മഹല്ലുമായി നമ്മൾ ഇടപെടണം, മഹല്ലിന്റെ കാര്യങ്ങളുമായി സഹകരിക്കണം. അനാവശ്യങ്ങൾ കണ്ടാൽ ശബ്ദിക്കണം, അത് വേറെ കാര്യം. എപ്പോഴും മഹല്ലിന്റെ ഒത്തൊരുമ നമുക്ക് അനിവാര്യ ഘടകമാണ്. അങ്ങനെ ഗസാലി ഇമാം പറയുന്നു, പള്ളികൾ ആ മനുഷ്യന്റെ മയ്യത്ത് സംസ്കരണ മുറകളിൽ ആരും പങ്കെടുക്കാൻ പാടില്ല. അടിസ്ഥാനപരമായി തീരുമാനിച്ചു. ഭാര്യ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അയാള് മരണപ്പെട്ടു പോയപ്പോൾ പ്രിയപ്പെട്ട ഭാര്യ കുറെ നേരം കാത്തിരിക്കുകയാ, ആരും വരുന്നില്ല. അല്ലാ, സാധാരണ ഒരു മരണം നടന്നാൽ അടുത്തുള്ള ബന്ധുക്കൾ ഓടി വരികയാണ്, അയൽവാസികൾ വേഗം വരികയാണ്, ജനങ്ങളെ ഇരുപ്പാൻ കസേരയിടുകയാണ്, പള്ളിയുമായി ബന്ധപ്പെട്ട് കബറ് വെട്ടാൻ ആളെ വിളിക്കുകയാ. എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്? ഇവിടെ ആരും വന്നില്ല. അല്ലാ, ആ ഭർത്താവിനെ കുളിപ്പിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ഭാര്യ തന്നെ ഒരുങ്ങുകയാ. ആരോരുമില്ലാത്ത ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. നൂറുകണക്കായ ആലിമീങ്ങളെയും ഹാഫിളീങ്ങളെയും നീ ഇഷ്ടപ്പെടുന്നവരെയും നമ്മുടെ മയ്യത്ത് സംസ്കരണ മുറകൾക്ക് നീ തന്ന് അനുഗ്രഹിക്കണേ അല്ലാ.
ആ പ്രിയപ്പെട്ട സഹോദരന്റെ മയ്യത്ത് ഭാര്യ കുളിപ്പിക്കുകയാണ്. എവിടെയാണ് കൊണ്ടുപോയി അടക്കുക? പള്ളികളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ആ പ്രിയ സഹോദരന്റെ മയ്യത്ത് തോളത്തെടുക്കുകയാണ് ഭാര്യ. തോളത്തെടുത്ത് വെച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് നടന്നു പോവുകയാണ്. ജനങ്ങളെല്ലാം മാറി നിൽക്കുകയാ, ജനങ്ങളൊക്കെ മുഖം തിരിച്ചു കളയുകയാ. ഒരാള് പോലും ആ മയ്യത്ത് കാണാൻ വരുന്നില്ല. ആ മയ്യത്ത് കൊണ്ടുപോയി മരുഭൂമിയുടെ ഒരു ഭാഗത്ത് സുബ്ഹാനല്ലാഹ് അതേ രണ്ട് കൈകൾ കൊണ്ട് കമ്പിന്റെ മരച്ചില്ലുകളുടെ കഷണം കൊണ്ട് മരുഭൂമിയിലെ മണ്ണിങ്ങനെ മാന്തിയെടുക്കുകയാ. എന്നിട്ട് ആ മയ്യത്തിനെ ഇറക്കി വെക്കാ പോകുമ്പോ അതാ ദൂരത്ത് നിന്ന് ഏറ്റവും നല്ല പ്രകാശമുള്ള ഈമാന്റെ പവറുള്ള പ്രകാശത്തിന്റെ പ്രഭയുള്ള മുഖവുമായി മഹാനായ ഒരു മനുഷ്യൻ കടന്നു വരികയാ. നല്ല ഒരു മനുഷ്യൻ, നിറഞ്ഞ ദാടിയിൽ ചെറിയ നരകളുള്ള നല്ല ഈമാന്റെ പ്രകാശമുള്ള മുഖവുമായി ഒരു മഹാനായ വലിയ നടന്നു വന്നിട്ട് ഈ പെണ്ണിനോട് പറയുകയാണ്, ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും ഞാൻ ചെയ്തുകൊള്ളാം, നീ മാറി നിൽക്കണം. പെണ്ണത്ഭുതപ്പെട്ടു, റബ്ബേ എന്തായി നടക്കാൻ പോകുന്നത്? നാട് മുഴുവനും അറിഞ്ഞു. 10, 30, 40 കൊല്ലമായി ആ ജനങ്ങളൊക്കെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും വലിയ സൂഫിയായ ഒരു മനുഷ്യനായിരുന്നു അത്. അയാള് നമ്മൾ ആരും പോകാത്ത മരണ വീട്ടിലെ മയ്യത്തിന്റെ കർമ്മം ചെയ്യാൻ മരുഭൂമിയിൽ വന്നിരിക്കുകയാണെന്നറിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും മരുഭൂമിയിലേക്ക് ഓടുകയാണ്. എല്ലാവരും ഒരാളോടില്ലാതെ സർവരും ഓടിയെത്തിയപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം ആ മരുഭൂമിയിൽ നടന്നു. ഒരാളും പോവില്ല എന്ന് മഹല്ല് തീരുമാനിച്ചു. ഒരാളും തിരിഞ്ഞു നോക്കരുതെന്ന് മഹല്ല് തീരുമാനിച്ചിട്ട് ആ മരുഭൂമിയിൽ അന്ന് വരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം നടന്നു. നേതൃത്വം കൊടുത്തതാരാ? ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സൂഫിയായ മനുഷ്യൻ മയ്യത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഇത്രയും ജനങ്ങളുടെ നേതൃത്വത്തിൽ ആ മരുഭൂമിയുടെ മണ്ണിൽ കബറടക്കി. ജനങ്ങളോട് അയാൾ പിരിഞ്ഞു പോകാൻ പറഞ്ഞു. ചുരുക്കം ചില സഹോദരങ്ങൾ ആ മരുഭൂമിയുടെ ഭാഗത്ത് തങ്ങി നിന്നു. ഈ സൂഫിയായ മനുഷ്യൻ പ്രിയപ്പെട്ട ഈ സഹോദരിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവ് വലിയ ഉന്നതമായ പദവിയിലാണ്. ആ പെണ്ണ് കരയാൻ തുടങ്ങി. അല്ലാഹുവേ, ജനങ്ങൾ മറത്തുപോയ എന്റെ ഭർത്താവിന് നീ എങ്ങനെയാണ് അല്ലാഹ് ഇഷ്ടപ്പെട്ടു പോയത്? നീ എങ്ങനെയാണ് പടച്ചോനെ ഇഷ്ടപ്പെട്ടു പോയത്? സൂഫിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവിൽ പ്രത്യേകതയായി നീ കണ്ട വല്ല സ്വഭാവങ്ങളുമുണ്ടോ? ആ പെണ്ണ് കരയാ തുടങ്ങുകയാ. കരഞ്ഞുകൊണ്ട് ഒന്നാമത് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട തങ്ങളെ, ഇന്ന് വരെ ആരോടും ഞാനത് പറഞ്ഞിട്ടില്ല, ഒരാൾക്ക് പോലും ആ രഹസ്യം അറിയില്ല. എന്റെ ഭർത്താവിൽ ഞാൻ കണ്ട 3 പ്രത്യേക ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. എന്റെ ഭർത്താവിന്റെ മയ്യത്തിൽ ആരും വരാതിരുന്നപ്പോ ഞാൻ ചിന്തിച്ചു പോയി, അല്ലാ, എന്റെ ഭർത്താവ് പ്രധാനമുള്ള 3 കർമ്മങ്ങൾ ചെയ്തിട്ട് പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. സങ്കടത്തോടെയാ തങ്ങളെ ഞാൻ മരുഭൂമിയിലേക്ക് എന്റെ ഭർത്താവിന്റെ മയ്യത്ത് കൊണ്ടുവന്നത്. ആ പെണ്ണ് പറയുന്ന ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നല്ലേ, എല്ലാ ദിവസവും എന്റെ കൂടെ എന്റെ ഭർത്താവ് കിടക്കുകയാ. അങ്ങനെ കിടന്നിട്ട് കുറെ സമയം ഞാൻ കഴിയുമ്പോ എന്റെ ഭർത്താവിനെ കാണുന്നില്ല. എന്നും അങ്ങനെ തന്നെയാണ്. എന്റെ കണ്ണിൽ ഉറക്കം തെറ്റിയെന്നറിഞ്ഞാൽ എന്റെ ഭർത്താവ് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് നിസ്കരിക്കുന്നവരെന്ന് ഞാൻ കാണൂല്ല. മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്ന തുണിയാണെങ്കിൽ അത് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ട് ഒന്നുമെല്ലാം എടുത്തുകൊണ്ടുവന്ന് അതിന്റെ മുകളിൽ നിന്ന് 2 കൈയും ഉയർത്തിയിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് തങ്ങളെ. എന്താ പറഞ്ഞിരുന്നെന്നറിയോ? അല്ലാഹുമ്മ അയ്യു സവായ മിൻ സവായ
ജഹന്നം. റബ്ബേ, നരകത്തിന്റെ ഏറെ കുഴിയാണ് ഈ പാപിക്ക് വേണ്ടി നീ തന്നിട്ടുള്ളത് തമ്പുരാനെ. ഒരുപാട് അമലുകൾ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. രാവിലെ ഞാനെന്റെ ഉദരപൂരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോയാൽ രാത്രിയാണ് മടങ്ങി വരുന്നതല്ലോ. എന്റെ ഇസ്ലാമിയത്തിനെ കുറിച്ച് ജനങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാത്ത ഒരമലിനും സമയം ലഭിക്കാത്ത എന്നെ ഏത് നരകത്തിന്റെ കുടിയിലാണ് റബ്ബേ വലിച്ചെറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമായിരുന്നു. അകലാട് മണ്ണിന്റെ പരിശുദ്ധമായ റയ്യാനിന്റെ മജ്‌ലിസിൽ വന്നോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ചോദിക്കുകയാ, ഒരു തുള്ളി കണ്ണീര് വന്നിട്ടുണ്ടോ പൊന്നുമോളെ? സീരിയല് കണ്ട് കരയുന്നവളെ, നോവല് വായിച്ച് കരയുന്നവരെ, മരണ വീട്ടിൽ പോയി കരയുന്നവരെ, നിന്റെ വീട്ടിന്റെ അകത്തിരുന്ന് രാത്രിയില് മക്കളറിയാറ്, ഭർത്താവറിയാറ്, ഭാര്യറിയാറ്, കുടുംബമറിയാറ് ഒറ്റയ്ക്കിരുന്നുകൊണ്ട് നിന്റെ പടച്ചോരോട് കരയാ ഇന്ന് വരെ നിനക്ക് കിടന്നിട്ടുണ്ടോ? രണ്ടാമത്തെ പ്രത്യേകത എന്താ? ആ പെണ്ണ് പറയുകയാ, സുബഹിന്റെ സമയത്ത് ഇന്ന് വരെ എന്റെ ഭർത്താവ് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടോ? ഇന്ന് വരെ സുബഹിന്റെ സമയത്ത് എന്റെ ഭർത്താവ് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ വഖത്തും നിസ്കരിക്കും, സുബഹി ഒഴിച്ച്. എത്ര പേരാ ഉള്ളത്? എത്ര പേരാ ഉള്ളത്? എല്ലാ വഖത്തും നിസ്കരിക്കും, സുബഹിയുടെ കാര്യം പോക്കാം. പള്ളിയിലാകട്ടെ വീട്ടിലാകട്ടെ ആ സമയത്തൊന്ന് കുനിഞ്ഞു നൂരാൻ, അല്ലേ? കുളിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, തണുപ്പത്ത് ഒന്നുകൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ച് നിർവൃതിയോടുകൂടി കിടക്കാൻ എന്തോ ഒരു ആനന്ദമാണ്. ആ സമയത്ത് എന്റെ ഭർത്താവ് ഉറങ്ങുന്നത് ഇന്നു വരെ, എന്റെ കുടുംബജീവിതം തുടങ്ങിയത് മുതൽ ഇന്നും മരിക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് ഞെട്ടി ഉണരാറാണ് പതിവ്, ഉറങ്ങിയിട്ടില്ല. മൂന്നാമത്തെ പ്രത്യേകത എന്താന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സഹോദരന്റെ ഭാര്യ പറയുകയാ, മൂന്നാമത്തെ പ്രത്യേകത, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ വീട്ടിലേക്ക് വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങി വന്നാൽ ഒന്നെങ്കിൽ ഒരു യതീമുണ്ടാകും, അല്ലെങ്കിൽ 2 യതീമക്കൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവരുണ്ടാകും, ഇല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനുണ്ടാകും. എന്നിട്ട് കൊണ്ടുവന്നിട്ട് പറയും, അവിടെ മുറ്റത്തിരുത്തിയിട്ട്, വീടിന്റെ മുമ്പറത്തിരുത്തിയിട്ട് അകത്തേക്ക് കടന്നു വന്നിട്ട് പറയും, പെണ്ണേ, എനിക്ക് തരാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, ആ ഭക്ഷണം എന്റെ പൊന്നുമോക്ക്, എന്റെ ഈ കൊണ്ടുവന്ന യതീമിന്, ഈ കൊണ്ടുവന്ന മിസ്കീന് കൊടുത്തുകൊള്ളുക എന്ന് പറയുമായിരുന്നു തങ്ങളെ. ഓർക്കണം, നമ്മള് ഈ 3 ഗുണമുള്ളത് കൊണ്ട് എല്ലാം അല്ല പുറത്തു തരുമെന്നല്ല. പക്ഷേ ചില സമയത്ത് നീ ചെയ്യുന്ന ചില നന്മയുണ്ടല്ലോ, അത് ഏത് നന്മയെന്ന് പറയാൻ കഴിയില്ല. അതിന് പകരമായി സർവ്വതെമ്മാടിപ്പുറങ്ങളും അല്ല പൊറുക്കുന്നോരെ, അല്ല പൊറുക്കുന്നോരെ. അല്ലാഹു ഏറ്റവും അധികം പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ്. പിന്നെന്തിന് പേടിക്കണം? തൗബ ചെയ്തിട്ട് നല്ല ഒരു വഴി തിരഞ്ഞെടുത്തൂടെ? മൂന്നാമത്തെ മാർഗം പറഞ്ഞതെന്താ? എന്റെ മുമ്പിൽ വരുന്ന, എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന യതീം, എന്റെ ഭർത്താവിന് കൊടുത്തിരുന്ന ഭക്ഷണം, വെച്ചിരുന്ന ഭക്ഷണം അവർക്ക് വേണ്ടി ഞാൻ കൊടുക്കും. അതിന് പകരം അള്ളാഹു കൊടുത്തില്ലേ ആ നാട്ടിലെ ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം, ജനനിബിഡമായി ആലിമീങ്ങൾ, ഹാഫിളീങ്ങൾ, സൂഫിയാക്കൾ മുഴുവൻ പേരും നിറഞ്ഞു കവിഞ്ഞ ആ മരുഭൂമിയിലെ മയ്യത്ത് നിസ്കാരം. നമുക്കും ആള് വേണം, നമുക്കും ആള് വേണം പ്രിയമുള്ളവരെ. മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ നീ നിർമ്മിക്കുന്ന ഭവനമല്ലാതെ മരണത്തിന് ശേഷം നിനക്കില്ല, മരണത്തിന് ശേഷം നിനക്കില്ല. മരിക്കുന്നതിന് മുമ്പ് നീ ധരിക്കുന്ന, മരിക്കുന്നതിന് മുമ്പ് നീ നിർമ്മിക്കുന്ന ഭവനമാണ് മരണത്തിന് ശേഷം നിനക്ക് താമസിക്കാനുള്ളതെന്ന് മഹാനാരായ സൂഫിയാക്കൾ വ്യക്തമായി പറഞ്ഞു തരികയാ. നിങ്ങൾ പണിഞ്ഞ ഭവനം ചിലപ്പോൾ നല്ല അടിപൊളി വീടായിരിക്കും. കണ്ടന്തറയിൽ ഞാൻ പോയി ഒരു വീട്ടിൽ, നല്ല മനോഹരമായ ഭവനം, സിദ്ദീഖ് എന്ന സഹോദരൻ, അല്ലാഹു ആ സഹോദരന്റെ ഭവനത്തിൽ ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ.
ഭംഗിയിലല്ല, ആത്മീയമായ ഭംഗി ആ ഭവനത്തിന് അല്ലാഹു കൊടുക്കട്ടെ. അത് ദുനിയാവിലെ വീടാണ്. എനിക്ക് വീടുണ്ട്, നിങ്ങൾക്ക് വീടുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭവനങ്ങളുണ്ട്. അത് ദുനിയാവിലെ വീടാണ്. പക്ഷേ ആ ദുനിയാവിൽ നിങ്ങൾ നിർമ്മിക്കുന്ന വീടാണ് ആഖിറത്തിൽ നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞത്. നമ്മൾ താമസിക്കുന്ന വീടിനെ കുറിച്ചല്ല പറയുന്നത്. ആത്മീയ വീടാണ്, ആത്മീയ വീടാണ്, ആത്മീയ വീടാണ്. മണവറയുടെ അകത്തിരുന്ന് ഇറങ്ങിപ്പോയ ഹല്ലല റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധത്തിന് വേണ്ടി കാഹളം മുടങ്ങിയപ്പോ സുന്ദരിയായ തരുണീമണികളെ അരികത്തിരുന്ന് ഊരിപ്പിടിച്ച വാളുമായി പുറത്തേക്ക് ഇറങ്ങി ഓടിയ ഹല്ലല റളിയല്ലാഹു തആല അൻഹ തിരിച്ചു വന്നില്ല. പ്രിയപ്പെട്ടവൾ ചോദിച്ചു, എപ്പോഴാണ് മടങ്ങി വരിക? വിവാഹത്തിന്റെ പ്രഥമ രാത്രിയാണ്, വിവാഹത്തിന്റെ പ്രഥമ രാത്രിയാണ്. ഇന്നലെ ആലുവയിൽ നിക്കാഹ് കഴിഞ്ഞ സരസിലിരുന്ന സഹോദരൻ 11:30 മണിയായപ്പോൾ എന്നോട് ചോദിക്കാണ്, ഞാൻ പോട്ടെ? ഞാൻ പറഞ്ഞു, ഇതുവരെ പോയില്ലേ? വിവാഹത്തിന്റെ പ്രഥമ രാത്രിയാണ്, ഇതുവരെ പോയില്ല. അവൻ പറയാണ്, പോവാൻ തോന്നണില്ല. അല്ലാഹുവേ, അവിടെ വന്ന് ഇത്രയും പ്രസംഗം കേട്ടു. ആ സരസിൽ വെച്ച് നിക്കാഹ് നടന്നു. ഒരു സാധുവായ പെൺകുട്ടിയെ 11:30 ആയപ്പോ പറഞ്ഞു, ഞാൻ പോട്ടെ ഉസ്താദ്, ദുആരക്ക്. ഞാൻ പറഞ്ഞു, നീ ഇതുവരെ പോയില്ലടാ, നേരം വെളുക്കാറായി. അവൻ പറയാ, എനിക്ക് പോവാൻ തോന്നുന്നില്ല ഉസ്താദ്, ഈ ജനങ്ങളെയും ഈ ഒരു ഹരവും ഈ ഒരു സുഖവും കണ്ടപ്പോൾ പോവാൻ തോന്നുന്നില്ല. അള്ളാഹു ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. എത്ര ചെറുപ്പക്കാരാന്നറിയോ, എത്ര സഹോദരങ്ങളാണെന്നറിയോ അങ്ങനെ മനസ്സുള്ളവർ. മണവറയിൽ ഇറങ്ങി പോവാണ്. ആരാ? ഹല്ലല റളിയല്ലാഹു തആല. എന്തിനാ പോവാ? പ്രസംഗം കേൾക്കാനല്ല, 12 മണിക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടല്ല. എന്തിനാണ് പോവാ? യുദ്ധം ചെയ്യാനാണ്. തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. തന്റെ പ്രിയപ്പെട്ട ഉമ്മു ജമീലത്തെന്ന് പറയുന്ന ഭാര്യയോട് സംസാരിച്ചു കൊതി തീരാത്ത ഹല്ലല റളിയല്ലാഹു തആല അൻഹയോട് ആ പ്രിയപ്പെട്ടവൾ ചോദിക്കുന്നു, മാരനേ, എപ്പോഴാ മടങ്ങി വരിക? ഹല്ലല റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പെണ്ണേ, ഉറപ്പ് പറയാൻ കഴിയില്ല. എന്റെ ചങ്കില് ജീവനുണ്ടെങ്കിൽ, എന്റെ കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയാലും പെണ്ണേ, ആദ്യമായിട്ട് ഞാൻ വരുന്നത് മണവറയില. അതുകൊണ്ട് മണവറ അടയ്ക്കേണ്ട പെണ്ണേ. പെണ്ണ് പറയുകയാണ്, ഇന്ന് പോകണമെന്നുണ്ടോ? നിബിതങ്ങളോട് പറഞ്ഞാ പോരെ, നിക്കാഹ് കഴിഞ്ഞതല്ലേ, നിക്കാഹ് കഴിഞ്ഞതല്ലേ. ഹല്ലല റളിയല്ലാഹു അൻഹു പറയുന്നു, പെണ്ണേ, എനിക്ക് നീയല്ല വലുത്, എനിക്കെന്റെ ജീവിതമല്ല വലുത്, എനിക്കെന്റെ മാണിക്യമുത്തായ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് മറക്കല്ലേ. എത്ര എഴുന്നള്ളത്ത് നടന്നാലും ചാവക്കാടിന് ആകെയുള്ള ഒരു സ്വത്തെന്ന് പറയുന്നൊരു സ്വലാത്താണ്. അത് മറക്കല്ല മോനെ, മറക്കല്ല മോനെ. മക്കയുടെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ. എത്ര കോമാളിത്തരം നടന്നാൽ ചാവക്കാടിന്റെ മുഖമുദ്രേ സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ലോകത്തെന്തൊക്കെ നടന്നാൽ ചാവക്കാടുള്ള ചെറുപ്പക്കാരോ ബാദരി ഉസ്താദിന്റെ പിന്നിൽ കൂടിയിട്ട് ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലിയ ചെറുപ്പക്കാരാ, ആ മുഖമുദ്ര മാത്രം നീ പാഴാക്കി കളയല്ല മോനെ. എന്തൊക്കെ നഷ്ടപ്പെട്ടാൽ ആ വീര്യം നിങ്ങൾ കളയൂല ഉസ്താദ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ, എത്ര ആന ചാടിയാല്, എത്ര കുതിര ചാടിയാല്, എത്ര പെണ്ണുങ്ങളെ കള്ളു കുടിച്ചിട്ട് പാട്ട് കേട്ട് ഡാൻസ് കളിച്ചാൽ സ്വലാത്തിന്റെ വീര് ചാവക്കാടുള്ള ഞങ്ങൾ കളയൂല ഉസ്താദ് എന്ന് മനസ്സുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ ചൊല്ലുക എന്റെ സഹോദര. മദീനയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ, മനസ്സിന്റെ സത്തേ നബി മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയെ നബി മുഹമ്മദ് മുസ്തഫ. ഞങ്ങളെ വെട്ടിയിട്ടാൽ നഷ്ടപ്പെട്ടു പോകാത്ത പ്രേമഭാചനമേ മുഹമ്മദ് മുസ്തഫ. മദീനയുടെ മുറ്റത്ത് വന്ന് മരിച്ചു വീഴോ കൊതിച്ചു പോകുന്ന നബിയെ മുഹമ്മദ് മുസ്തഫ. ആ മുത്തായ തങ്ങളാണ് എനിക്ക് വലുതെന്ന് ഹല്ലല റളിയല്ലാഹു അൻഹു പറയാൻ ഞാൻ ഇറങ്ങുകയാ. റൂഹുണ്ടെങ്കിൽ മടങ്ങി വരുന്നത് ആദ്യം ഇവിടെയാണ്. ഇറങ്ങി എന്നിട്ടോ തിരിച്ചു വന്നു കാത്തിരുന്ന മണിയറയുടെ മുന്നിൽ. മണിയേറെ വാതിൽ കണ്ണും കോരി ഇരുന്നല്ലോ, മണിമെത്ത പുള്ളിയ മാറന്നോർത്ത് കഴിഞ്ഞല്ലോ,
മനസ്സിന്റെ മുല്ലയിൽ മുത്തുവാരി എറിഞ്ഞോരേ മാംഗല്യ വല്ലി തേന്നുകർന്ന് പറന്നോരേ. മടങ്ങി വന്നില്ല ചെറുപ്പക്കാരാ. കഷണം കഷണമായി യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ശരീരം വലിച്ചെറിഞ്ഞപ്പോ അതെന്തിനാണ് സ്വർഗത്തിന് വേണ്ടി പ്രിയപ്പെട്ടവര് തലവേദന വരുമ്പോ നിസ്കാരം മറക്കുന്ന, കാലുവേദന വരുമ്പോ നിസ്കാരം മറക്കുന്ന, ക്ഷീണം വരുമ്പോ നിസ്കാരം മറക്കുന്ന നമുക്കെന്ന് സ്വർഗമായ എന്റെ പ്രിയമുള്ള മുസ്ലിമേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറയുകയാണ്, ഇന്നലെ രാത്രിയിൽ ഒരാൾ കരഞ്ഞ് തൗബ ചെയ്തു. ആ കണ്ണുനീർ തുള്ളികൾ ദുനിയാവിന്റെ സർവ്വ സമുദ്രത്തെ എടുത്തു തൂക്കി നോക്കിയാലും അതിനേക്കാളും എന്റെ മുന്നിൽ ഭാരമുള്ളതാണ്. ഞാൻ അയാളുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞതാണ്, ഇന്നലെ ഒരാൾ കരഞ്ഞു മൂസ, ആളെ ഞാൻ പറഞ്ഞു തരാം, ആളുടെ സ്ഥലം ഞാൻ പറഞ്ഞു തരാം, പേര് പറഞ്ഞു തരാം, നീ അയാളെ പോയി കണ്ടിട്ട് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ ആവേശമായി, കാണാൻ ആർത്തിയായി ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ കണ്ണീര് തോന്നിട്ടില്ല. സ്കാരപ്പായിലാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ചോദിച്ചു, നിങ്ങളുടെ ഇന്നലത്തെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഒരിക്കലും ഒരു തെറ്റിലേക്കും നിങ്ങൾ മടങ്ങിപ്പോകരുത്. അയാൾ പറഞ്ഞു, ഇല്ല, തൗബ ചെയ്ത് മരിക്കുന്നവർക്ക് സ്വർഗം ഉറപ്പാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. തൗബ ചെയ്താൽ മാത്രം മതി. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആർക്കാണ് അറിയുക? അതിനുള്ള അവസരം അള്ളാഹു തരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. തൗബ ചെയ്ത് മരിച്ചാൽ സ്വർഗം ഉറപ്പാൻ സംശയമില്ല. وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. നിങ്ങൾ വിജയികളാകാൻ വേണ്ടി അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് എന്റെ പ്രിയമുള്ളവരെ, അത് വിജയത്തിന് വേണ്ടിയുള്ള ഒരുക്കുകൂട്ടലാണ് തൗബ. സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു തൗബ അനിവാര്യമാണ്. പക്ഷേ എന്നാണ് മരിക്കുന്നതെന്നറിയുമ്പോഴല്ലേ നമുക്ക് തൗബ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് ഉറങ്ങണം. മൂസാ നബി അലൈഹിസ്സലാം ആ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ചെന്നു. ചോദിച്ചു, നിങ്ങൾ ഇന്നലെ രാത്രി കരഞ്ഞതെന്തിനാണ്? ആ സഹോദരൻ പറയുകയാണ്, എന്റെ വീടിന്റെ പരിസരത്ത് കഷ്ടപ്പാടും കണ്ണീരുമായി കഴിയുന്ന 4 വീടുകൾക്കപ്പുറത്ത് കഷ്ടപ്പാടും കണ്ണീരുമായി കഴിയുന്ന ഒരു കുടുംബമുണ്ട് നബിയേ. ഒരു കുടുംബമുണ്ട്. ആ കുടുംബനാഥൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി കൊണ്ടുവരുന്ന കാശുകൊണ്ടാണ് ആ കുടുംബം നടന്നിരുന്നത് നബിയേ. പക്ഷേ ആ കുടുംബത്തിലെ സഹോദരങ്ങൾ തളർന്നുപോയി നബിയേ. ഒരു ജോലിക്കും പോകാൻ കഴിയുന്നില്ല, ഒരു ജോലിക്കും പോകുന്നില്ല, ഒരാവശ്യത്തിനും പോകുന്നില്ല. തളർന്നുപോയ സഹോദരൻ ആകെ പട്ടിണിയിലായി. അവർക്ക് 2 മക്കളുണ്ട് നബിയേ. ആ മക്കളൊക്കെ ജനങ്ങൾ കുറെ ദിവസം സഹായിച്ചതാ. സഹായിക്കുന്നതിനൊരു പരിധി ഉണ്ടാവുമല്ലോ. കുറെ ദിവസം സഹായിച്ചു, പിന്നെ ഒരു സഹായവും കിട്ടിയില്ല, ആരും സഹായിക്കാനുണ്ടായില്ല. ആകെ നഷ്ടമായി, ആകെ സങ്കടമായവർ കഴിഞ്ഞുകൂടി. ആ സമയത്ത് ആ കുടുംബത്തിലെ പെണ്ണുണ്ടല്ലോ, തളർന്നു കിടക്കുന്ന ഭർത്താവിന്റെ പ്രിയപ്പെട്ടവളായ ഭാര്യ, ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയാ, കാണാൻ അഴകുള്ളവളാ, ചന്താമര പൂച്ചയില് വിടർത്തി നിൽക്കുന്ന പെൺകുട്ടി ആ പ്രിയപ്പെട്ട പൊന്നുപോലെ കരന്നുകൊണ്ട് ഭർത്താവിനോട് പറയുമായിരുന്നു, എനിക്ക് സൗന്ദര്യമില്ലായിരുന്നെങ്കിൽ ഞാൻ പുറത്തുപോയി പണിയെടുക്കുമായിരുന്നു. പക്ഷേ സൗന്ദര്യമുള്ളത് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ജനങ്ങൾ നോക്കുകയാണ്, ചെറുപ്പക്കാർ നോക്കുകയാണ്. എന്റെ മുഖം പോലും ഞാൻ ഒരാളുടെ മുന്നിൽ കാണിച്ചിട്ടില്ല. അവസാനം വിശപ്പ് സഹിക്കാനാകാതെ ആ പ്രിയപ്പെട്ട ഭർത്താവ് പറയുക, പെണ്ണേ, നമ്മുടെ വീടിന്റെ അടുത്തൊരാൾ താമസിക്കുന്നുണ്ടല്ലോ, നമ്മുടെ വീടിന്റെ അടുത്ത് പണമുള്ള ഒരാളുണ്ടല്ലോ, ഒരുപാട് സ്വത്തുള്ളവനല്ലേ,
ഒരുപാട് സമ്പാദ്യമുള്ളവനല്ലേ, അതുകൊണ്ടൊന്ന് ചെല്ലുക. നീ ചെന്നൊന്ന് ചോദിക്കുക പെണ്ണേ, നീ ചോദിച്ചാൽ എന്തെങ്കിലും ഇന്നത്തെ ദിവസത്തെ പട്ടിണി മാറ്റാ എനിക്കും എന്റെ മക്കൾക്കും തരുമല്ലോ എന്ന് പറഞ്ഞപ്പോഴാ സുന്ദരിയായ പെണ്ണ് വന്നു നബിയേ. എന്റെ വീടിന്റെ വാതില് തുറന്നിട്ട് ആ വാതിലിനകത്തേക്ക് കടന്നു വന്നിട്ട് എന്നോട് ചോദിച്ച് വല്ലതും തരുമോ? ഞങ്ങളടുത്ത് താമസിക്കുന്നവരാ, അകലാടിലെ പട്ടിണി കാണാ മനസ്സില്ലെന്ന് പറയല്ലേ, ചാവക്കാടിന്റെ പട്ടിണി കാണാ മനസ്സില്ലെന്ന് പറയല്ലേ. ആ പെണ്ണ് പറയുന്നു, തളർന്നു പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് വല്ലാത്ത കഷ്ടപ്പാടിലാണ്, സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോ അയാൾ തിരിച്ചു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പെണ്ണേ, നീ പട്ടിണി കിടക്കേണ്ട കാര്യമില്ല. നിന്റെ കണ്ണെന്ത് രസമാ, നിന്റെ ചുണ്ടെന്ത് രസമാ, നിന്റെ ശരീരം എത്ര ഭംഗിയുള്ളതാ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം നിന്റെ ശരീരം എനിക്ക് തന്നോ, വർഷങ്ങളോളം സുഖമായി ജീവിക്കാനുള്ള സമ്പാദ്യം നിനക്കും നിന്റെ മക്കൾക്കും തരാ എന്ന് പറഞ്ഞപ്പോഴാ പെണ്ണ് ഇറങ്ങി ഓടി നബിയേ. ഇറങ്ങി ഓടിയിട്ടാ വീട്ടിന്റെ അകത്ത് ചെന്ന് പാവപ്പെട്ട മക്കളെ വാരിപ്പുഴന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മക്കളെ, നമുക്ക് മരണമാ പറഞ്ഞിട്ടുള്ളത്. കടം തീർക്കാൻ പ്രയാസമുള്ള എത്രയോ പേര് ഏഴുനില കൊട്ടാരത്തിന്റെ താഴേക്ക് ചാടി മരിച്ച കഥ കേട്ടിട്ടില്ല ചാവക്കാടുകാരെ. കിട്ടിയത് നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കുമാണെന്ന് പറഞ്ഞ് തിന്നു കുടിച്ച് രസിച്ച് സുഖിച്ച് രമിച്ച് അടിച്ചു പൊളിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് കഴിയുന്നവരെ, സ്വർഗം വേണമോ നിനക്ക്, സ്വർഗം വേണമോ നിനക്ക്, സ്വർഗം വേണമോ? പാവപ്പെട്ടവന്റെ കണ്ണീര് കാണാത്ത നിനക്കെന്ത് സ്വർഗമാ, സാധുക്കളെ മിടിതീരപ്പാത്ത നിനക്കെന്ത് സ്വർഗമാ, പട്ടിണി കിടക്കുന്നവന്റെ വയറ്റിന്റെ എരിച്ചിലറിയാത്ത നിനക്ക് എന്ത് സ്വർഗമാ, എന്ത് സ്വർഗമാ. മൂസാ നബിയോട് പറയുന്ന നബിയേ, ആ പെണ്ണ് പോയ വഴി ഞാൻ നോക്കി നിന്നതാ, പിന്നെ വരൂലാമെനിക്ക് മനസ്സിലായി. പക്ഷേ അവസാനം ഉമ്മാടെ കാല് പിടിച്ചിട്ട് മക്കള് കരഞ്ഞതാ. ഉമ്മാ വിശക്കുകയാണ്, അന്നിഞ്ഞ പാല് ഒരു ദിവസം തന്റെ മോന് കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത ഉമ്മ, പട്ടിണി കിടക്കുന്ന മക്കളുടെ കണ്ണീരിപ്പോ എന്ത് ത്യാഗവും ചെയ്യുന്ന ഉമ്മ. ആ പ്രിയപ്പെട്ട സഹോദരി, ആ പ്രിയപ്പെട്ട സഹോദരി ഈ മക്കളുടെ കണ്ണീര് കണ്ടപ്പോ ഭർത്താവിന്റെ കാൽച്ചോട്ടിലേക്ക് തല കൊണ്ട് വെക്കുകയാണ്, കരഞ്ഞുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ടവനെ, ഇന്നുവരെ നിങ്ങൾക്ക് മാത്രം തന്നിട്ടുള്ള ശരീരമോ, നിങ്ങളല്ലാതെ എന്റെ മുഖം ഒരാൾ കണ്ടിട്ടില്ല, നിങ്ങളല്ലാതെ എന്റെ ശരീരത്തിന്റെ ഭംഗി ഒരാൾ കണ്ടിട്ടില്ല. പക്ഷെ എന്റെ മക്കള് പട്ടിണി കിടന്നിട്ട് അവസാന കാല് പിടിച്ച് കരഞ്ഞപ്പോ സഹിക്കുന്നില്ല. അതുകൊണ്ട് അയൽവാസിയാറ് സമ്പന്നനാര മനുഷ്യന് ഞാൻ എന്റെ ശരീരം കൊടുക്കാൻ പോവുകയാ എന്ന് ഭർത്താവിനോട് പറഞ്ഞിട്ട് സുന്ദരികളായ അകലാടുള്ള പെണ്ണ് ഒരാളെന്ന് ചിരിച്ചു കാണിക്കുന്നു. മൊബൈലിലൂടെ പാതിരാ സമയത്ത് മണിക്കൂറുകളോളം സംസാരിക്കുന്ന പെണ്ണേ, സംസാരിക്കുന്ന പെണ്ണേ, പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിക്ക, പ്രിയപ്പെട്ട മാതാപിതാക്കളെ വഞ്ചിക്ക, കേവലം അല്ലാഹു തന്ന തൊലിവെളുപ്പ് കൊണ്ട് നീ ആഗ്രഹിച്ചു പോകുന്നെങ്കിൽ മോളെ നിനക്ക് സ്വർഗമില്ല മോളെ. കണ്ടോ തൗബ ചെയ്ത മനുഷ്യന്റെ കഥ കണ്ടോ? മൂസാ നബി ചോദിക്കുന്നു, എന്നിട്ടെന്തായി? അയാൾ പറഞ്ഞു കൊടുക്കുന്ന നബിയേ, എന്റെ അരികിലേക്ക് വന്ന നബിയേ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളെന്ന് ആവശ്യപ്പെട്ടത് എന്റെ സൗന്ദര്യമല്ലേ, എന്റെ ശരീരമല്ലേ, അത് ഞാൻ തരാനൊരുക്കമാ. പക്ഷെ എന്റെ മക്കളുടെ പട്ടിണി മാറ്റിക്കൊടുക്കണം കേട്ടോ. ഇങ്ങനൊരു അവസ്ഥ അല്ലാഹുവേ ഇരിക്കുന്ന സഹോദരിമാർ ഒരാൾക്ക് പോലും നീ കൊടുക്കല്ല റബ്ബേ. ആ പ്രിയപ്പെട്ട പെങ്ങള് സമ്മതിക്കുകയാ, ആരോരുമില്ലാത്ത, ആരും അറിയാത്ത, ആരും കടന്നു വരാത്ത റൂമിന്റെ അകത്തേക്ക് ആ പ്രിയപ്പെട്ട പെങ്ങളെ കൊണ്ടുവന്നിരുത്തിയപ്പോ ആ പെങ്ങള് കരച്ചിലോട് കരച്ചിലോ കണ്ണീരൊഴുകയാണ്. എന്തേ നീ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് എന്റെ മുഖത്ത് നോക്കി ചോദിച്ചതെന്തെന്നറിയോ? നബിയേ, നിനക്കല്ലാഹുവെ പേടിയില്ലേ? എത്രയോ കൈകാലില്ലാത്തവരുണ്ട്, എത്രയോ കുഷ്ഠരോഗം പിടിച്ചവരുണ്ട്, എത്രയോ വെള്ളപ്പാണ്ട് പിടിച്ചവരുണ്ട്,
എത്രയോ വികലാംഗരുണ്ട്. അള്ളാഹു എനിക്ക് സൗന്ദര്യം തന്നത് തെറ്റായി പോയോ, നിനക്കള്ള അധികാരം തന്നത് തെറ്റായി പോയോ, അതിന് അനുവദനീയമായ മാർഗങ്ങളില്ലേ? അതുകൊണ്ട് വേണമോ ഒരിക്കൽ കൂടി ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി നബിയേ. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ഒരു പേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി കാണുമാ പ്രിയപ്പെട്ട പെങ്ങള്. ആ സഹോദരി അള്ളാഹിനെ കുറിച്ച് അത്രയും ഭയപ്പെട്ടു പോയെങ്കിൽ എനിക്കല്ല വീട് തന്നില്ലേ, എനിക്കല്ല സുഖം തന്നില്ലേ, എനിക്കല്ല സന്തോഷം തന്നില്ലേ, എനിക്കല്ല ആഹ്ലാദം തന്നില്ലേ? ഞാൻ ഇത്രമാത്രം പേടിച്ചാ മതിയോ? ഞാൻ ഇത്രമാത്രം അല്ലാതെ ഭയന്നാ മതിയോ? അതുകൊണ്ട് പൊയ്ക്കോ പെണ്ണേ, എനിക്ക് വേണ്ട. അന്നുറങ്ങിയതാ നബിയേ, അന്ന് കുളിച്ചതാ നബിയേ, അന്ന് ഒന്നുകൊടുത്തതാ നബിയേ. എന്നിട്ട് തുടങ്ങിയ കരച്ചില് ഇതുവരെ ഞാൻ നിർത്തിയിട്ടില്ല നബിയേ. എന്റെ തൗബ സ്വീകരിക്കുമോ നബിയേ? മൂസാ നബി പറഞ്ഞുവിടാ, നീ കൊടുത്തില്ലേ ആ പെണ്ണിന്, നീ സ്വത്ത് കൊടുത്തില്ലേ? ആ പെണ്ണിറങ്ങിപ്പോയതിന്റെ പിന്നാലെ ആ വീട്ടിന്റെ കത്ത് കടിയുന്ന മക്കളില്ലേ? ആ മക്കൾക്ക് തരാമെന്ന് പറഞ്ഞ് എന്റെ സ്വത്തിന്റെ ഒരു വലിയ ഭാഗം മാത്രം ഞാൻ എഴുതി കൊടുത്തു നബിയേ, ഞാൻ വാരിക്കൊടുത്തു നബിയേ. അതിന്റെ പേരിൽ നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാ.